എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് 114 പേര് ഓൾറെഡി സൂമിലായിട്ടുണ്ട്. ഐ തിങ്ക് വി വിൽ സ്ലോലി സ്റ്റാർട്ട്. മിഷൻ ബെറ്റർ ടുമോറോന്റെ ആഭിമുഖ്യത്തിൽ പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റി എന്ന് പറയുന്ന ഫ്രൈഡേ ടോക്ക് സീരീസിലേക്ക് ഏവർക്കും വിനീതമായ സ്വാഗതം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പക്ഷേ നമ്മൾ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ടൈംസിൽ കൂടെ ആയിരിക്കാം നമ്മൾ പലവരും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു COVID-19 പശ്ചാത്തലത്തിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലവരും കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുക, ഇത്രയും കാലം ആക്റ്റീവായിട്ടും സ്പോർട്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നടന്ന എല്ലാവരും ഇപ്പോൾ ഒരു ഓൾ ഓഫ് എ സഡൻ ഓവർനൈറ്റ് നമ്മളെല്ലാവരും സിസ്റ്റത്തിന് മുമ്പിലും ഫോണിന്റെ മുമ്പിലും ഇരുന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അതേപോലെ ഒരുപക്ഷെ മാതാപിതാക്കൾ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യുക, സിസ്റ്റത്തിന് മുമ്പിൽ ഡേ ടു നൈറ്റ് ഇരുന്നിട്ട് ജോലി ചെയ്യുക. അങ്ങനത്തെയൊക്കെ ആയിട്ട് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസിൽ കൂടെ നമ്മളെല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ചാലഞ്ചിങ് ടൈംസിൽ കൂടെ വി തോട്ട് അറ്റ് MBT ദാറ്റ് അണ്ടർ ദി ഏബിൾ ഗൈഡൻസ് ഓഫ് ശ്രീ P. വിജയൻ IPS അവരുടെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ കുട്ടികളിലേക്ക് പകരാം, എങ്ങനെ പോസിറ്റീവായിട്ട് കുറച്ച് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം, എങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് തോട്ട് പ്രോസസ്സ് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയിൽ കൂടെയാണ് പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റീസ് എന്ന് പറയുന്ന ഈ ഫ്രൈഡേ ടോക്ക് സീരീസിന്റെ ഒരു ഒറിജിനേഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്, ജോയ് ഓഫ് ഇന്നോവേഷൻ. അതിനെക്കാട്ടിലും മുമ്പ് ഞാനൊന്ന് നമ്മുടെ മിഷൻ ബെറ്റർ ടുമോറോന്റെ ടീമിനെ, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു അണിയറ പ്രവർത്തകരുടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് ഹു ഹാവ് പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്സ്. അവരെ ഒന്ന് ഞാൻ ഈ വേളയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ORCയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ ശ്രീ മുഹമ്മദ് സേഫും നമ്മുടെ മിഷൻ ബെറ്റർ ടുമോറോന്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് ഞാൻ കരുതുന്ന ആനന്ദ് ഹരിദാസുമാണ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഇത് കൂടാണ്ട് നമ്മുടെ ടീം, റിസർച്ച് ടീം, നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും എല്ലാ ആഴ്ചകളിലും ടോപ്പിക്കിന്റെ പുറകിൽ റിസർച്ച് ചെയ്യുന്നതും അതിന് തക്കതായ എമിനന്റ് സ്പീക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ബിഗ് ലിസ്റ്റ് ഓഫ് എമിനന്റ് ആൾക്കാരാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ. ഹരീഷ് KE, പ്രൊഫസർ അമൃത് ജി കുമാർ, കവിരാജ് നായർ, മൈസെൽഫ് രഞ്ജിത്ത് വാര്യർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിജയ് ഭാസ്കർ, നിരഞ്ജന മേനൻ and Rohit Philip. These are the technical and creative team which works under all the promotion. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കൂടെയും സൂമിൽ കൂടെയും ഒക്കെ തരുന്ന ഒരു ടീമാണ്. ഡാനിഷ്, ഹൈഡ്രോസ്, പ്രശാന്ത് ചന്ദ്രൻ, ബൈജു ബാബു ആൻഡ് ആനന്ദമണി സർ. അപ്പൊ ദിസ് ഇസ് ഇൻ ഷോർട്ട് ഓഫ് വാട്ട് ദി MBT ടീം ഇസ്. ഇന്നത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞതുപോലെ ജോയ് ഓഫ് ഇന്നോവേഷൻ. ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്നു ദിസ് ഇസ് ദ ന്യൂ നോർമൽ. ഈ നമ്മൾ അമേരിക്കയിൽ ഇരുന്നിട്ടാണെങ്കിലും ഇന്ന് വ്യൂ ചെയ്യുന്നു, ഞാൻ എറണാകുളത്തിരിക്കുന്നു, CFും ടീമും ട്രിവാൻഡ്രത്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദിസ് ഇസ് ദ ന്യൂ നോർമൽ എന്ന് നമ്മളെല്ലാവരും പറയുന്നു. അതുകൊണ്ട് തന്നെ ജോയ് ഓഫ് ഇന്നോവേഷന് അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്നുള്ള ഒരു വാക്കിനോ ഒരു സബ്ജക്റ്റിനോ വളരെയധികം റെലവൻസ് ഉള്ള ഒരു ടൈമാണെന്ന് ഞാൻ പേഴ്സണലി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ എമിനന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പ് സ്പീക്കേഴ്സ് ആണ്, നമ്മുടെ എമിനന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് നമ്മളോട് കൂടി അവരുടെ തോട്ട്സും അവരുടെ എക്സ്പീരിയൻസസും ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത്. സ്പീക്കർ നമ്പർ 1 ഇഫ് ഐ മൈറ്റ് സേ സോമനാഥ് S സർ ആണ്. അദ്ദേഹം ഡയറക്ടർ ഓഫ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് ISROയിൽ. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് ഡയറക്ടറാണ്. പക്ഷെ 35 വർഷമായിട്ട് അദ്ദേഹം ISROയിൽ അദ്ദേഹത്തിന്റെ സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഗൂഗിളിൽ തന്നെ അടിച്ചാൽ ഒരു വലിയൊരു ഹ്യൂജ് പ്രൊഫൈൽ കിട്ടും. ഞാൻ അത് മുഴുവൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാൽ കൂടി വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അദ്ദേഹം. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആവും ഇന്നത്തെ ടോപ്പിക്കിന് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഒരു അവാർഡ്സിന്റെ ഒരു അറേ തന്നെയുണ്ട്. അദ്ദേഹം APJ അബ്ദുൽ കലാം അവാർഡ് 2020 ജേതാവാണ്. സ്പേസ് ഗോൾഡ് മെഡൽ ഫ്രം ആസ്ട്രോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ജേതാവാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എന്ത് സ്പേസ് എക്സ്പെരിമെന്റ്സ് ISROന്റെ കീഴിലുണ്ടോ അതിലൊക്കെ അദ്ദേഹത്തിന് ഒരു മേജർ റോൾ ദാറ്റ് ഹി ഹാഡ് ടു പ്ലേ. അതിനേക്കാട്ടിലൊക്കെ ഉപരി വളരെ കോയിൻസിഡന്റൽ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ടോപ്പിക്കായിട്ട് അദ്ദേഹം വളരെ ഫോൺ ബിലീവർ ആണ്. അദ്ദേഹത്തിന്റെ പല യങ്സ്റ്റേഴ്സിനോടുള്ള ഇന്ററാക്ഷനിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എ സയന്റിസ്റ്റ് ഇസ് ഇന്നോവേഷൻ ആൻഡ് ദ ഫ്രൂട്ട്സ് ഓഫ് എവറി ഇന്നോവേഷൻ മസ്റ്റ് ബെനിഫിറ്റ് പീപ്പിൾ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു.
So thank you so much, Somanath sir, for having made it today. Valaradhigam nanni, valaradhigam thank you so much for having made it today. ഇന്നത്തെ MBT ടോപ്പിക്കിലേക്ക് പോസ്റ്റ്പോസിലേക്ക് അദ്ദേഹത്തിന് ഹാർദവമായ സ്വാഗതം സർ. നമ്മുടെ സെക്കൻഡ് സ്പീക്കർ ഡോക്ടർ അരുൺ സുരേന്ദ്രനാണ്. വെരി യങ്സ്റ്റർ, വെരി ചാർമിംഗ് പേഴ്സണാലിറ്റി. ഈസ് എ പ്രിൻസിപ്പൽ ഓഫ് ട്രിനിറ്റി കോളേജ് ആൻഡ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അദ്ദേഹം ഒരു ബിടെക് ഗ്രാജുവേറ്റ് ഫ്രം IIT ബോംബെ ആണ്. And then masters and PhD in aerospace engineering from Texas ആണ്. അദ്ദേഹത്തിന് എപ്രൈറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ടെക്സസിന്, വിച്ച് സപ്പോസഡ്ലി ഒരു നോൺ അമേരിക്കന് കിട്ടാവുന്ന ഏറ്റവും ഹയസ്റ്റ് ഓണർ ആണ് ടെക്സസ് യൂണിവേഴ്സിറ്റിയുടെ. He has authored a few books. He has chosen to be delivered the Vikram Sarabhai Memorial Lecture, Space Lecture in 2017. ഇന്ന് നമുക്ക് ഒരു മിക്സ് ഓഫ് അദ്ദേഹത്തിന് കണ്ടമാനം ഓൺടർപ്രണോറിയൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് ഡയറക്ടറും കൂടെയാണ് അദ്ദേഹം. So we have a very great mix of entrepreneurship and experience. So before we go into the topic, we'll have a 1-minute video that is quickly being played. നമുക്ക് എല്ലാവർക്കും അറിയാം, മിഷൻ ബെറ്റർ ടുമോറോ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ബ്രെയിൻ ചൈൽഡ് ശ്രീ പി വിജയൻ IPS അവർകളാണ്. ഞങ്ങൾ 2 ഡൗട്ട് ചോദിച്ച് അല്ലെങ്കിൽ 2 ഐഡിയാസ് ചോദിച്ച് വിളിക്കുമ്പോൾ അദ്ദേഹം 10 ഐഡിയാസ് തരാം. So that is the kind of a friend, philosopher, guide that he has been for many of us. So he is with us. He has joined with us today. May I invite and request him for his opening remarks on the topic, please. Thank you, Ranjit. Thank you, Somanath sir. Thank you, Dr. Arun, for joining us. സൂമിലും അതുപോലെ 1000-ൽ പരം ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലായിട്ട് ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന പോസ്റ്റിന്റെ ആയിരക്കണക്കിന് അഭ്യുദയാംശങ്ങളെ നമസ്കാരം. നമ്മളിത് 9th ഈ പോസ്റ്റ് 2ന്റെ 9th പ്രോഗ്രാമാണ് ഫ്രൈഡേ സീരീസ് എന്നത്. ഇതിനു മുമ്പെല്ലാം തന്നെ എമിനന്റ് സ്പീക്കേഴ്സ് ആയിരുന്നു. ദ മോസ്റ്റ് എമിനന്റ് സ്പീക്കേഴ്സ് ആണ് ഇന്ന് നമുക്കുള്ളത്. ഒരു പക്ഷേ പോസ്റ്റ് എന്ന് പ്രത്യേകം ചെയ്തേണ്ട ആവശ്യമില്ല. സോമനാഥ് സാറേയും ഡോക്ടർ അരുണിന്റെ ഫോട്ടോ വെച്ചിട്ട് ടോക്സ് എന്ന ഏരിയ തന്നെ രണ്ടാരുടെ മുഖത്ത് തന്നെ പോസിറ്റിവിറ്റി ഇങ്ങനെ വളരെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നമ്മള് ഇപ്പൊ നേരത്തെ എന്റെ ഫ്രണ്ട് രഞ്ജിത്ത് സംസാരിച്ചതുപോലെ ഇവിടെ ഈ ഒരു കോവിഡ് പാൻഡമിക് പീരീഡിൽ എങ്ങനെ നമുക്ക് പോസിറ്റിവിറ്റിയെയും പോസിബിലിറ്റിയെയും എക്സ്പ്ലോർ ചെയ്യാം. ഒരുപക്ഷെ ഇതൊരു ഇനിയുള്ള ചരിത്രത്തെ തന്നെ വേർതിരിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് പ്രീ കോവിഡ് പീരീഡ് എന്നും കോവിഡ് പീരീഡ് എന്നും പോസ്റ്റ് കോവിഡ് പീരീഡ് എന്നും ഒക്കെ ആയിരിക്കും. അപ്പൊ പോസ്റ്റ് കോവിഡ് ആൻഡ് കോവിഡ് പീരീഡിൽ നമ്മൾക്ക് എന്തെല്ലാം ചിന്തകളായിരിക്കും നമ്മൾ അതിജീവനത്തെ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതത്തെ സഹായിക്കുക, മെച്ചപ്പെട്ട മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കുക, വ്യക്തികൾക്കായാലും അതുപോലെ തന്നെ ഈ സംഘടനകൾക്കായാലും എന്നുള്ളതിൽ നിന്നാണ് നമ്മുടെ ഈ പോസ്റ്റ് ടോക്ക് സീരീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്നെല്ലാം തന്നെ പ്ലഷർ ഓഫ് ഗിവിങ് അല്ലെങ്കിൽ പവർ ഓഫ് ഡ്രീംസ്, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്,
ടൈം കോൺഷ്യസ് എന്നുള്ള വേരിയസ് ആയിരിക്കുന്ന ടോപ്പിക്കായിരുന്നു. ഇവിടെ ജീവിതത്തിന്റെ മുന്നോട്ടേക്കുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതം ആനന്ദപ്രദമാണ്. ഒരുപക്ഷെ സംസ്കാരങ്ങൾ തന്നെ നിലനിന്നിരിക്കുന്നത്, സംസ്കാരങ്ങൾ ഇല്ലാതെ നശിച്ചു പോയതും അതിജീവിച്ചതും നമ്മൾ ഒരു വ്യത്യാസം എടുത്ത് നോക്കിയാൽ ഏതൊരു സംസ്കാരമാണോ ഇന്നവേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ആ സംസ്കാരങ്ങൾ മാത്രമേ ലോകത്തിൽ നിലനിന്നിട്ടുള്ളൂ എന്നും മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെയാണ് നമ്മൾ എടുത്തു നോക്കിയാൽ ഈ വ്യക്തികളായിരുന്നാലും അതല്ലെങ്കിൽ സമൂഹമായിരുന്നാലും ഒരു എന്റർപ്രൈസ് ആയാലും രാജ്യമായാലും ഇന്നവേഷന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ് എക്കാലത്തും നിലനിൽക്കുന്നത്. നമ്മൾ എടുത്തു നോക്കി അമേരിക്ക 1987 മുതൽക്ക് 1887 മുതൽ ലോകത്തിൽ വൻ സാമ്പത്തിക ശക്തിയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിൽ നടക്കുന്ന ഇന്നവേഷന്റെ ഭൂരിപക്ഷവും അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. പേറ്റന്റിന്റെ എണ്ണം എടുത്ത് നോക്കിയാലും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇന്നവേഷൻ ഇതിന് എക്കണോമിക് അഡ്വാൻറ്റേജ് മാത്രമല്ല, ലൈഫിനെ ഏറ്റവും ആനന്ദകരമാക്കുന്നു. ഒരുപക്ഷെ ഡോക്ടർ അരുണിന്റെയും ഡോക്ടർ സോമനാഥിന്റെയും മുഖത്ത് ഇത്രയും സന്തോഷം എനിക്ക് തോന്നുന്നു നിത്യവും ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് കൂട്ടിയായിരിക്കണം തോന്നുന്നു. ഇന്നോവേഷൻ ഗീവ്സ് ദാറ്റ് മച്ച് ഓഫ് പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ്. ഇവിടെ ഈ ആൽബർട്ട് സെയിന്റ് ഈസ് എ നൊബേൽ ലൊറേറ്റ്. അദ്ദേഹമാണ് ഇതിന്റെ വൈറ്റമിൻ സിയെ വേർതിരിച്ച പ്രമുഖൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വളരെ ഫിലോസഫിക്കൽ ആയ കാര്യമുണ്ട്. എല്ലാവരും കാണുന്നതെല്ലാം കാണുകയും എന്നാൽ ആരും കാണാത്തതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച്, ആരും ചിന്തിക്കാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നതുമാണ് ഇന്നോവേഷൻ എന്നുള്ളത്. ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ പറയും എന്ത് രീതിയിലുള്ള ഒരു പുതിയ ചിന്തകളോ തത്വശാസ്ത്രങ്ങളോ വന്നു. ആപ്പിൾ തലയിലേക്ക് വീഴുന്ന സമയത്ത് അതുവരെ ഒരുപാട് ആളുകൾ അതിനുശേഷവും വീണിട്ടും ഐസക് ന്യൂട്ടൺ ലോകത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവരും കണ്ടതല്ല, അദ്ദേഹം കണ്ടത് അല്ലെ ചിന്തിച്ചത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കഥ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഒരു വ്യക്തി എല്ലാവരോടും പറഞ്ഞ് നടക്കുകയായിരുന്നു ഞാൻ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണെന്ന്. പക്ഷെ ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് ജോലി കൊടുക്കാറില്ല. അങ്ങനെ ഒരു ദിവസം ജോലി ഇല്ലാതെ ഒന്നായി, ഒരു ജോലിയും ഇല്ലാതെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലം വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ വെക്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാം വാരി വലിച്ചിട്ടിട്ട് ഒരു മൂലക്കിൽ ഒരു കോഫി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു എലി അതിലൂടെ ഓടി നടക്കുന്നത്. എലി കുറെ നേരം ഓടി നടന്ന് അവിടെ പോകുന്നു, ചാടിക്കളിക്കുന്നു, അവിടെ പോയി അദ്ദേഹത്തിന് വെച്ചിരുന്ന ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു അതും എടുത്ത് കഴിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ച് ഈ കുറെ നേരം ഈ എലിയുടെ ഈ യാത്രയിലും സന്തോഷത്തിലും ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. അത് പിന്നീടാണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് പിന്നീടൊക്കെ നമ്മൾ അറിയപ്പെടുന്ന, നമ്മളൊക്കെ ഏറെ സ്നേഹിച്ച മിക്കി മൗസ് എന്നുള്ളത്. അതിന്റെ ഇൻവെന്റർ ആയിരിക്കുന്ന വാൾട്ട് ഡിസ്നിയും പിന്നീട് ഇന്ന് നമ്മളൊക്കെ ഏറെ കാണുന്ന ഡിസ്നി വേൾഡും ഒക്കെ. അപ്പൊ മറ്റുള്ളവർ കാണുകയും എല്ലാവരും കാണുകയും ആരും ചിന്തിക്കാതെ ചിന്തിക്കുന്നവനാണ് ഇന്നോവേറ്റർ എന്നാണ് നമ്മൾ പലരുടെയും അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഒരു കാര്യം സ്റ്റീവ് ജോബ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അല്ലെ സ്റ്റീവ് ജോബ് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇന്നോവേഷനാണ് ഒരാൾ ലീഡറിൽ നിന്നും ഫോളോവറിൽ നിന്നും വേർതിരിക്കും. ഒരുപാട് ആളുകൾ ലോകത്തിലുണ്ടായിരിക്കാം. അവർ ഒരു വ്യക്തിയായിരുന്നാലും സമൂഹമായിരുന്നാലും രാജ്യമായിരുന്നാലും മറ്റുകളെ ഇന്നോവേഷനെ കൊണ്ട് നിരന്തരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ഒരാള് നാച്ചുറലി ആ മേഖലയിലെ ലീഡറായി മാറുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ അനുഭവങ്ങൾ. നമുക്ക് ഒരുപാട് കഥകൾ അറിയാം, അതിന്റെ ഡീറ്റെയിലിൽ ഞാൻ പോകുന്നില്ല. അതാണ് ലീഡേഴ്സ് ഓൾവേസ് ഈസ് ബീൻ ജനറേറ്റഡ് ബൈ ദിയർ ഇന്നോവേറ്റീവ് തിങ്കിങ്സ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു ക്രിയേറ്റിവിറ്റിയും ഒരു ഇന്നോവേഷനും ഫെയിലിയർ ഇല്ലാതെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഒരു പക്ഷേ ഈ SLVയിൽ നിന്നും GSLVയിലേക്കുള്ള യാത്ര VSSന്റെ എടുത്ത് നോക്കിയാൽ ഒരു പക്ഷേ പരാജയങ്ങളുടേത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. പരാജയങ്ങളാണ് വിജയത്തിന്റെ ചവിട്ടുപടിയെന്നും നമ്മൾ തോമസ് ആൽവാ എഡിസന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് 1000 തവണയായി പരാജയപ്പെട്ട ശേഷമാണ് ബൾബ് കണ്ടുപിടിച്ചത്. ഒരു വ്യക്തി മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ ഈ ജാക്മായുടെ ഈ അലിബാബയുടെ കാര്യം എടുത്ത് നോക്കിയാൽ അദ്ദേഹം ഡിപ്രഷനിലേക്ക് പോകുന്ന സിറ്റുവേഷനുകൾ നിരവധി സമയത്തുണ്ടായിരുന്നു ഫെയിലിയർ. പക്ഷെ ഫെയിലിയറുകൾ എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാണ് എനി ഇന്നോവേഷൻ എന്നുള്ളതാണ്. പക്ഷെ ഏതൊരു ഇൻവെൻഷൻ നടക്കണമെങ്കിലും അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഐഡിയ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തോട്, ഒരു ഓപ്പർച്യൂണിറ്റിയോട് ഹൗ വി റെസ്പോണ്ട് ടു ദാറ്റ് വൺ, എങ്ങനെയാണ് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനോട് ഹൗ വി ആർ റിയാക്ടിങ് ടു ദാറ്റ് വൺ, ഹൗ വി സീ ഇറ്റ് എന്നുള്ള ഒരു പ്രോബ്ലമായി കാണുകയോ ഒരു പ്രോബ്ലത്തെ ഓപ്പർച്യൂണിറ്റി ആയി കാണുകയോ ചെയ്യുമ്പോഴാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആയി കാണുമ്പോഴാണ് അതിലൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഐഡിയകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് റാബിറ്റ്സ്, മുയലുകളെ പോലെയാണ്. അത് ഒരിക്കൽ ഒരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ അത് വിൽ മൾട്ടിപ്ലൈ ലൈക്ക് എനിത്തിങ്. മൾട്ടിപ്ലൈ ലൈക്ക് എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ ഒരു കാര്യം എടുത്ത് നോക്കി. ആപ്പിളിന്റെ എന്തെല്ലാം ഉണ്ട്, ആപ്പിൾ ഐഫോൺ ഉണ്ട്, ആപ്പിൾ വാച്ച് ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഐഡിയയും മനസ്സിൽ വെച്ചത് കൊണ്ട് മാത്രം എന്താവില്ല, അത് ഉപയോഗിക്കാതിരുന്നുകൊണ്ട് ഐഡിയക്ക് യാതൊരു വാല്യൂ ഇല്ല. ഒരുപക്ഷെ പണ്ടാരോ ചോദിക്കുന്നുണ്ട്, ഒരുത്തരോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഒരു മൈനിങ്ങിന് അവസരം കിട്ടാൻ നിങ്ങൾ എവിടെയായിരിക്കും ആദ്യം പോവുക? ഈ സൗത്ത് ആഫ്രിക്കയിൽ അറേബ്യൻ കൺട്രിയിലെ ഗോൾഡിന്റെയും പെട്രോളിന്റെയും മൈൻ സെന്ററുകളാണോ?
അതല്ല ഏതെങ്കിലും മറ്റ് ഈ മെറ്റൽ മൈനറൽസിന്റെ സെന്റർ അല്ല. പുള്ളി പറയുന്നത് ഗ്രേവ് യാർഡിലാണ് ഞാൻ പോകുന്നത്. കാരണം അൺഎക്സ്പ്ലോർഡ് ആയ അൺയൂസ്ഡ് ആയിരിക്കുന്ന ഒരുപാട് ബ്രെയിനുകൾ അവിടെ ഉണ്ടാവും. അതിൽ നിന്നും കിട്ടാവുന്ന ഐഡിയകൾ മരിച്ചു പോയിരിക്കുന്ന ഐഡിയകൾ പ്രാവർത്തികമാക്കാത്ത ഒരുപാട് ആളുകളുടെ ബ്രെയിനുകൾ ഉണ്ടാവും. അതിലേക്കായിരിക്കും ഞാൻ പോവുക എന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്, ഏതൊരു ഐഡിയയും ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇന്നോവേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഒന്ന് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയും ചിലപ്പോൾ പുച്ഛിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. തെറ്റിദ്ധരിക്കപ്പെടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു ഇന്നോവേറ്റർ, ഒരു ഐഡിയ ജനറേറ്റഡ് ഓൾവേസ് അൺറിയലിസ്റ്റിക് ആയിരിക്കും, മറ്റുള്ളവന്റെ ഭാഷയിൽ അൺറിയലിസ്റ്റിക്. അതുകൊണ്ടാണ് ഈ റൈറ്റ് ബ്രദേഴ്സ് ആകാശത്തിലൂടെ പറക്കാമെന്ന് പറഞ്ഞപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അവിടെ എഴുതി വെച്ചിരുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത ചില ക്രേസി ഫെലോസിന്റെ ചിന്തകൾ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് വിമാനമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പുച്ഛിക്കപ്പെടാനും ഒരുപക്ഷെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഏതൊരു ഏജിലായിരുന്നാൽ പറ്റുന്നത് ഒരു കാര്യമാണ്, ബി എൻ ഇന്നോവേറ്റർ, നോട്ട് ബി എൻ ഇമിറ്റേറ്റർ. മറ്റുള്ളവരെ അനുകരിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ലീഡർ ആകാനോ മുന്നോട്ട് പോകാനോ പറ്റില്ല. അതോടൊപ്പം തന്നെ ഒരു ലീഡർ ആകുക എന്നുള്ളതല്ലാതെ ഒരു ഫോളോവർ ആകാനല്ല നമ്മൾ ജനിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലെ ജോയ് ഓഫ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് an opportunity to leave a signature of your own before we leave this earth. ഈ ഒരു പ്ലാനറ്റിൽ നിന്ന് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവാ എഡിസന്റെയോ അല്ലെങ്കിൽ നമ്മളുടെ ആപ്പിൾ TV ഈ മൊബൈൽ സിസ്റ്റത്തിന്റെയോ ഒക്കെ നിരവധി ഇൻവെൻഷൻസും ഇന്നോവേഷൻസും നമ്മളെ ലോകത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആളുകളുടെ പേര് അങ്ങനെയൊക്കെയുള്ള നമ്മുടേതായിരിക്കുന്ന ഒരു സിഗ്നേച്ചർ ഇട്ടു പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് ജോയ് ഓഫ് ഇന്നോവേഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് us. Handing over to the team. Thank you. താങ്ക് യു സോ മച്ച് സർ. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നോവേറ്റീവ് ആയിട്ട് തന്നെ ഇന്നോവേഷനെ കുറിച്ച് വളരെ സുന്ദരമായിട്ട് സർ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഇവിടെ പ്രതിപാദിച്ചു. എനിക്ക് തോന്നുന്നു നമുക്കിനി നമ്മുടെ ചർച്ചയിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. അതിനു മുമ്പ് നമുക്കറിയാം, ഇന്ന് പ്രകൃതി ദുരന്തം മൂലം ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. അവർക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകളെയും അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച ഈ പോസ് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഒരു 9ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പോസ് തന്നെ ഒരു ഇന്നോവേഷനാണ്. കാരണം നല്ല ചിന്തകളെ ഉപാസിക്കുന്ന ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഒട്ടനവധി ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ഇന്നോവേഷനാണ്. നമുക്ക് ഇനി ഒട്ടും സമയം കളയാതെ നമ്മുടെ അതിഥികളുടെ അടുത്തേക്ക് പോവാം. എനിക്കൊന്ന് നമുക്ക് സോമനാഥ് സാറിന്റെ അടുത്ത് നിന്ന് തുടങ്ങാം. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ VSSC എന്ന് പറയുന്നത്. സാർ അതിന്റെ ഡയറക്ടറാണ്. വളരെ വലിയൊരു ചുമതലയാണ് സാർ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ടർ എന്നുള്ള നിലക്ക് ഓരോ ദിവസവും വിവിധ രീതിയിലുള്ള വെല്ലുവിളികളെ സാർ നേരിടുന്നുണ്ടാവും. അതിനൊക്കെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വളരെ നൂതനമായിട്ടുള്ള പരിഹാര മാർഗങ്ങളും സാർ തേടുന്നുണ്ടാവും, അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ പരിഹരിക്കുന്നുണ്ടാവും. അപ്പൊ സാറിന്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് എത്രത്തോളമാണ് യഥാർത്ഥത്തിൽ ഇന്നോവേഷന്റെ ഒരു പ്രസക്തി, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഒന്ന് വിശദീകരിക്കാമോ സാർ? നമസ്കാരം. എന്നെ എല്ലാവരും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. എനിക്കൊരു 1-2 സ്ലൈഡുകൾ കാണിക്കാനുള്ള അവസരം ഉണ്ടല്ലോ അല്ലേ എല്ലാവരോടും സംസാരിക്കുമ്പോൾ? ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയും ഞാൻ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും സാർ. ഞാൻ സാറിനും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. സാറിന് കാണിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കാണിക്കട്ടെ? തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഞാൻ എന്റെ മുഴുവൻ സ്ലൈഡുകളെ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. ശ്രീ വിജയൻ സാറിനും എൻ്റെ ഒപ്പം സംസാരിക്കുന്ന ശ്രീ അരുണിനും എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന, ഫേസ്ബുക്കിൽ ലൈവായി ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദനങ്ങൾ. താങ്കൾ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം വളരെ മഴക്കെടുതി ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും അതിൽ ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിച്ചു. അവർക്ക് എല്ലാവർക്കും നമ്മളുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് എൻ്റെയും കൂടി. അപ്പോൾ താങ്കൾ വന്ന ചോദ്യം ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് ആദ്യം ഇന്നോവേഷനെ കുറിച്ച് IG വിജയൻ സാർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. പലപ്പോഴും നമുക്കറിയില്ല എന്താണ് ഇന്നോവേഷൻ. നമ്മളിപ്പോൾ ഇന്നോവേഷൻ എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. ഇൻവെൻഷൻ ആണോ, ഡിസ്കവറി ആണോ, ഇന്നോവേഷൻ ആണോ? എനിക്കറിയാം കുറെ പേർക്കെങ്കിലും അതിനെക്കുറിച്ച് കുറച്ച് ധാരണ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവെൻഷനോ ഡിസ്കവറിയോ അല്ല, മറിച്ച് അതൊരു, എന്റെ സ്ലൈഡ് കാണാൻ കഴിയുന്നുണ്ടോ? ഷെയർ ആയിട്ടില്ല. ഷെയർ ആയിട്ടില്ല. സാർ. ഓക്കെ.
Yeah. No, please go to the slideshow. Yeah. Thank you. ഓക്കെ. അത് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണോ, അതോ ഒരു ഇപ്പോൾ ഉള്ള ഒരു വസ്തുവിന്റെ മാറ്റപ്പെടുത്തിയെടുക്കലാണോ, ഒരു ബെറ്റർ സൊല്യൂഷൻ ആണോ, ഒരു പുതിയ എന്തെങ്കിലും പുതിയ ഇൻക്രിമെന്റൽ ഇമ്പ്രൂവ്മെന്റ് ആണോ, ഒരു ചെറിയ രീതിയിലുള്ള അത് പഴയതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒന്നും ഉണ്ടാക്കുന്നതാണോ? എനിക്ക് പറയാൻ എല്ലാവരോടും പറയാനുള്ള ഇതാണ്, ഇതെല്ലാമാണ്, എന്നാൽ ഇതിന് അപ്പുറവും കൂടെയാണ് ഇന്നോവേഷൻ. അപ്പോ ഇതൊരു കണ്ടുപിടുത്തമല്ല. നമ്മുടെ മലയാളത്തിലെ ഇതിനൊരു വാക്കേ ഉള്ളൂ, ഡിസ്കവറിക്ക് ഇൻവെൻഷനും രണ്ടിനും മലയാളത്തിൽ ഒറ്റ വാക്കേ ഉള്ളൂ, കണ്ടുപിടുത്തം എന്ന് മാത്രം. എന്നാൽ ഇന്നോവേഷൻ ഒരുതരം നവീകരണമാണ്, ഒരു പുതുമയാണ്. അപ്പൊ ആ പുതുമയാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്, അതിന്റെ ജോയിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ ഞാൻ ഈ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സ്പേസ് ടെക്നോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും താല്പര്യം സ്പേസിനെ കുറിച്ച് പറയാനാണ്, പ്രത്യേകിച്ച് കുട്ടികളോട്. അപ്പൊ ഞാനൊരു കുറച്ച് കണ്ണുകളെ കാണിക്കുകയാണ്, സ്പേസിലുള്ള കണ്ണുകൾ. കാരണം എപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതെന്ന്. ഞാൻ ഒന്നോ രണ്ട് കാര്യം മാത്രം പറയാം. കാരണം സ്പേസ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇൻസ്പിറേഷണൽ ദിവസങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ അതൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു കാര്യം മാത്രം, നമ്മൾക്ക് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ധാരാളം കണ്ണുകളെ കൊണ്ടുവയ്ക്കാൻ കഴിഞ്ഞു. മനുഷ്യന്റെ കണ്ണുകളുടെ ശക്തി നമുക്കറിയാം, നമ്മുടെ ടെലസ്കോപ്പുകളുടെ ശക്തി അറിയാം. പക്ഷേ ഈ ടെലസ്കോപ്പുകളും ഈ കാഴ്ച ഉപകരണങ്ങളും നമ്മൾ ഭ്രമണപഥത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഭൂമിക്ക് അപ്പുറത്തേക്കുള്ള കാഴ്ച കിട്ടുന്നത് നമുക്കൊരു മനോഹരമായ വാതായനമാണ്. അത് തുറന്നിട്ട് തരുന്നത് ഈ ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവാണ്. ഈ സ്പേസ് ടെക്നോളജി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യന് ഈ ഭൂമിയെക്കുറിച്ചും ഈ യൂണിവേഴ്സിനെ കുറിച്ചുള്ള അറിവ് എത്രമാത്രം കുറഞ്ഞു പോയേനെ എന്ന് ഞാൻ ഈ ഉപകരണങ്ങളെ കാണുമ്പോൾ, സ്പിറ്റ്സറിനെ കുറിച്ചോ ഹബിളിനെ കുറിച്ചോ ചന്ദ്രയെ കുറിച്ചോ നമ്മുടെ ISRO ലോഞ്ച് ചെയ്ത അസ്ട്രോസാറ്റിനെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന ഈ ഒരു കാഴ്ചപ്പാടാണ്. മനുഷ്യന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ ഇന്നോവേഷന്റെ ഏറ്റവും ഉത്തുംഗമായ ഒരു നിർമ്മിതിയാണ് ഇവയെല്ലാം. ഇത് കാണുമ്പോഴാണ് എനിക്ക് എന്നും തോന്നുന്നത്, ഇതിന്റെയൊക്കെ ചെറിയ ലെവലിൽ ഒരു ഭാഗമാക്കാൻ കഴിയുന്ന എന്റെ ഒരു ഭാഗ്യം എത്ര മഹത്താണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിപ്പോകുന്നത് ഇത് കാണുമ്പോഴാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു വലിയ ഒരു കണ്ടുപിടുത്തമാണ് റോക്കറ്റുകളെ തിരിച്ചിറക്കാമെന്ന് നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന എലോൺ മസ്ക് എന്റെ കമ്പനി നമുക്ക് കാണിച്ചു തന്നത്. ഇതൊരു വല്ലാത്തൊരു ഇന്നോവേഷൻ ആണ്. കാരണം ഞാനൊക്കെ ISROയിൽ ജോയിൻ ചെയ്ത് ഇത്രയും വർഷങ്ങളായി. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് എങ്ങനെ റോക്കറ്റുകളെ വിമാനങ്ങളെ പോലെ ഉപയോഗിക്കാമെന്നാണ്. ഒരിക്കൽ യൂസ് ചെയ്ത റോക്കറ്റ് കടലിൽ പോയി നശിക്കുകയാണ്. അത് വീണ്ടും തിരിച്ചുപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെലവ് വല്ലാതെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ISRO ഒരു ചെറിയ എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്യുന്ന കാലം മുതലേ റോക്കറ്റുകളെ തിരിച്ചു ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പ്രഭാഷണങ്ങൾ കേൾക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാനായിട്ട് ഈ ഒരു മനുഷ്യന് വരേണ്ടി വന്നു. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉടമയായിരുന്നു. റോക്കറ്റുകളെ കുറിച്ച് ഒന്നും അറിയില്ലാത്തൊരു മനുഷ്യൻ. പക്ഷേ ഈ ഡ്രീം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരികയും ആ ഡ്രീം അദ്ദേഹം നടത്തിയെടുത്ത് കാണിക്കുകയും ചെയ്തു. അപ്പോ വലിയ വലിയ റോക്കറ്റ് നിർമ്മിക്കുന്ന നാസയും റഷ്യയും ചൈനയും ഇന്ത്യയും എല്ലാം യൂറോപ്പും എല്ലാം അതിശയത്തോടെ നോക്കിയിരിക്കുകയാണ് അദ്ദേഹത്തെ. ഇദ്ദേഹത്തിന് ഇത് കഴിഞ്ഞല്ലോ, നമുക്കാർക്കും കഴിയാത്തതെന്ത്? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കഴിയാത്തത് പുതുമക്കാർ വന്ന് മാറ്റി എഴുതുന്ന ചരിത്രം, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒന്നാണ്. ആ കാണുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞാൻ ഒരു റോക്കറ്റ് സയന്റിസ്റ്റ് എന്ന നിലയിൽ. അതുപോലുള്ള ഒരു ആഹ്ലാദമാണ് എനിക്ക് കാണിക്കാനുള്ളത്. പ്രത്യേകിച്ചും ഇനി വരുന്ന വർഷങ്ങളിൽ ഡ്രോണുകളെ ഉപഗ്രഹങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാലം വരും. നമ്മളിപ്പോൾ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഡ്രോണുകളുടെ കാലമായിരിക്കും. പലതരത്തിലുള്ള ഡ്രോണുകൾ, യുദ്ധത്തിനും മെഡിക്കൽ സപ്ലൈക്കും ഡെലിവറിക്കും സെക്യൂരിറ്റിക്കും വസ്തുക്കളെ കൊണ്ടുപോകാനും കൃഷിക്കും ഒക്കെ നിറയെ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന ഒരു കാലം, നിങ്ങളെ യാത്രയ്ക്കും ചിലപ്പോ. പക്ഷെ ഇതെല്ലാം കൂടെ പറന്നു കഴിഞ്ഞാൽ കൂട്ടിയിടിക്കുകയും ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാകുകയും റോഡുകൾ വേണ്ടല്ലോ ഇവയ്ക്ക് യാത്ര ചെയ്യാൻ. ഇതൊക്കെ ചെയ്യാനായിട്ട് സ്പേസ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു കാലമാണ് ഞാൻ മുന്നിൽ കാണുന്നത്. ഇതൊരു പുതിയ ചലഞ്ചാണ് ഞങ്ങളെ പോലുള്ളവർക്ക് വരുന്നത്. ഇനി ഞാൻ എന്റെ യാത്രയെക്കുറിച്ച്, എന്നോട് ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാം. അപ്പൊ ഞാൻ ISRO ജോയിൻ ചെയ്ത് 1985-ലാണ്. പക്ഷേ ഒരു യങ് എഞ്ചിനീയർ ആയിട്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ എന്താണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. 1985 കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറുകൾ ഇല്ല. ഇന്നത്തെ കമ്പ്യൂട്ടറുകൾ PC പോലെയുള്ള കമ്പ്യൂട്ടറുകൾ ഇല്ല. അന്ന് എങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം, എങ്ങനെ PSLVയുടെ നിർമ്മാണ ഘട്ടത്തിലായിരുന്നു ഞങ്ങള്. അതുപോലെ തന്നെ
PSLV ലോഞ്ച് വളരെ വിജയകരമായിട്ട് ശേഷം അതിന്റെ 4-മത്തെയോ 5-മത്തെ ഫ്ലൈറ്റിൽ തന്നെ പുറത്തു നിന്നുള്ള സാറ്റലൈറ്റുകൾ, അത് ഇന്ത്യയിലെ ഉപഗ്രഹങ്ങളല്ല, ജർമ്മനിയുടെയും ബെൽജിയത്തിന്റെയും സൗത്ത് കൊറിയയുടെയും ഒക്കെ ഉപഗ്രഹങ്ങൾ ലോഞ്ച് ചെയ്യാനായിട്ട് ഒരു പ്രപ്പോസൽ വന്നു, നമ്മുടെ PSLV ലോഞ്ച് ചെയ്യണമെന്ന്. അപ്പൊ അതിന്റെ ജോലി എനിക്കാണ് തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എങ്ങനെ ഈ സാറ്റലൈറ്റുകളെ നമ്മൾ ഈ PSLV കൊണ്ടുപോകും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ISROയുടെ തന്നെ സ്വന്തം സാറ്റലൈറ്റ് കൊണ്ടുപോകുന്ന പോലെ അല്ലത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കണം, അത് എങ്ങനെ അതിനുള്ള അക്കോമഡേറ്റ് ചെയ്യണം, എങ്ങനെ അവരും നമ്മളും തമ്മിൽ ഇന്റർഫേസുകൾ പ്രോപ്പർ ആക്കണം, ഒന്നിലധികം ഉപഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ട്, ഇതെല്ലാം അന്ന് വെറും കുറച്ച് വർഷങ്ങൾ മാത്രം എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ആ ജോലി തന്നപ്പോൾ ഉണ്ടായ ആനന്ദം വിവരിക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ അത് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുകയും അത് അങ്ങനെ ആ പ്രപ്പോസലുകൾ ആളുകൾ സമ്മതിക്കുകയും അത് അവസാനം ഒരു വിക്ഷേപണമായിട്ട് വിജയിക്കുകയും ചെയ്തപ്പോൾ അതൊരു വലിയൊരു നേട്ടമായി മാറി. ഇന്ന് ഇന്ത്യ 300-ലധികം അത്തരം ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചിട്ടുണ്ട്. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 100-ലധികം 104 ഉപഗ്രഹങ്ങളെ PSLV വിക്ഷേപിച്ചതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നീട് ഇതേ യാത്ര തന്നെയാണ് എൻ്റെ GSLV Mark 3 എന്ന പ്രോജക്ട് ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അവിടെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള PSLV പോലെയുള്ള റോക്കറ്റുകളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ ഡിസൈനുകൾ ഓരോ ദിവസവും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ 30 വർഷം കഴിഞ്ഞ് പല ഡയറക്ടർ ജോലികളും ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കേൾക്കുന്ന ചെറുപ്പക്കാരായ ആളുകളോട് പറയാനുള്ള ഒന്ന്, നിങ്ങളുടെ ഐഡിയ ആണ്, ചെറുപ്പക്കാരായ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ ഐഡിയ ആണ് എന്നെ പോലെയുള്ള മുതിർന്ന ഡയറക്ടർമാരോ എഞ്ചിനീയർമാരോ പലപ്പോഴും നോക്കി കാണുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ ക്രിയേറ്റീവായിരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു അസുലഭ കാലഘട്ടമുണ്ട്. അത് എപ്പോഴും ചെറുപ്പമായിരിക്കുമ്പോഴാണ്. അത് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്ന ഒരു 40 വയസ്സിന് മുമ്പ് ആയിരിക്കണം. 40 വയസ്സിന് കഴിഞ്ഞ് ശേഷമുള്ളവരെല്ലാം അതുകൊണ്ട് കൊള്ളൂല്ലാത്തവരായി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ 40 വയസ്സിന് മുമ്പുള്ള ആ കാലഘട്ടം നിങ്ങൾക്ക് മറ്റൊരാളും ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറം ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് ഈ നമ്മുടെ വിജയൻ സാർ പറഞ്ഞ പോലെ ആളുകൾ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന രീതിയിലൊക്കെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയകൾ വരുന്നത്. പക്ഷേ അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് അത്തരം ഐഡിയകളെ മനസ്സിലാക്കാനും അതിന് വെള്ളം വളവും കൊടുത്ത് വലുതാക്കാനും അതിനെ ഫ്രൂഷനിലേക്ക് എത്തിക്കാനും കഴിയുന്ന ഒരു മെന്ററുടെ ആവശ്യമാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ പലപ്പോഴും ആളുകൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ജോലി, എൻ്റെ ഇന്ന് LPSCയിൽ ശേഷവും ഇപ്പോൾ VSSCയിലും എൻ്റെ ജോലി ഇത്തരം മെന്റർഷിപ്പുകളാണ്. ചെറുപ്പക്കാരായിട്ടുള്ള എഞ്ചിനീയർമാരുടെ സംസാരിക്കുകയും അവരുടെ ഐഡിയകൾ കണ്ടെത്തുകയും അത്തരം ഐഡിയകൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും അവരെ കുറ്റപ്പെടുത്താതെ അതൊന്നും നിനക്ക് ചെയ്യാൻ കഴിയില്ല, അതൊക്കെ വെറും മണ്ടത്തരമാണ്, ഞാൻ പറയുന്നതാണ് ശരി എന്നൊന്നും പറയാതെ. അപ്പോ അതുകൊണ്ട് നമ്മൾ നേടുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ക്രയോജനിക് എഞ്ചിൻ ചെയ്യാൻ കഴിഞ്ഞു. ഇന്ത്യക്ക് ആദ്യമായിട്ട് ഇന്ത്യയുടെ സ്വന്തം ക്രയോജനിക് എഞ്ചിൻ, നമ്മുടെ ചന്ദ്രയാൻ 2-ന്റെ എഞ്ചിൻ നിർമ്മിക്കുകയും അത് ചന്ദ്രനിൽ ഇറങ്ങാനായിട്ടുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടു എന്നുള്ളത് മറ്റൊരു കഥ. ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ആദ്യമായിട്ട് പറപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മൾ മനുഷ്യനെ കൊണ്ടുപോകുന്ന റോക്കറ്റും വിജയിപ്പിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഊർജമാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിലൂടെ നൽകുന്നത്. ഓരോ ദിവസവും ഒരു വളരെ രസകരമായ ഒരു ദിവസങ്ങളാണ് ISROയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം. അതിനുവേണ്ടി ഞാൻ ഒരു സ്ലൈഡും കൂടെ കാണിക്കാം. എന്റെ സംസാരം അതിനുശേഷം മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നിതാണ്, എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഇന്നോവേറ്റർ ആവാൻ കഴിയുക? നിങ്ങൾ സാധാരണക്കാരൻ ആർക്ക് അങ്ങനെ ഒരു ഇന്നോവേറ്റർ ആകാൻ കഴിയുമോ? നിങ്ങൾ എഡിസന്റെ കഥ കേട്ടു, അദ്ദേഹം എന്തെല്ലാം കണ്ടുപിടിച്ചു, എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്നുള്ളൊരു വസ്തുവിന്റെ കുറെ കൂടെ ബെറ്റർ ആക്കാനും കഴിയുന്നില്ല? അപ്പൊ അത് കഴിയണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ, അഭിപ്രായത്തിൽ ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളൊരു ഒബ്സർവർ ആയിരിക്കണം, നല്ലൊരു കാഴ്ചക്കാരനായിരിക്കണം, കേൾവിക്കാരനായിരിക്കണം. എല്ലാത്തിൻ്റെയും രഹസ്യങ്ങൾ അതിനുള്ളിൽ തന്നെ ഉണ്ട്. അതിനുവേണ്ടി വളരെ ശ്രദ്ധാപൂർവം ഓരോ വസ്തുക്കളെയും കാണണം, നോക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ട്, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കാറുണ്ടോ നിങ്ങൾ, അതോ മൊബൈൽ തന്നെയാണോ നോക്കിയിരിക്കുന്നത്? ആ കാഴ്ചയിലൂടെ നിങ്ങൾ കാണുന്ന ഓരോ വസ്തുക്കളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. മനുഷ്യരെയും മനുഷ്യരല്ലാത്തവയെയും അചരങ്ങളെ എല്ലാം നോക്കി കാണുക. മറ്റൊന്ന്, ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക, അതിനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുക. 2, വളരെ ക്രിയേറ്റീവ് ആയിരിക്കുക. അപ്പോൾ ക്രിയേറ്റീവ് ആയിരിക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഒന്ന്, നിങ്ങൾക്ക് അറിയാവുന്നതിനപ്പുറം അറിയണം. ഒന്ന്, മൾട്ടി ഡിസിപ്ലിനറി, അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ശാഖയിൽ താല്പര്യമുള്ളവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ സയൻസ് പഠിക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ ഭാഷ പഠിക്കുന്ന ആവാം. എന്നാൽ മറ്റൊരു മേഖലയും കൂടെ തിരഞ്ഞെടുക്കുക, ഒന്നോ അതിലധികമോ പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിക്കുക.
പുതിയ സ്കിൽ എപ്പോഴും നേടാൻ ശ്രമിക്കുക. പലപ്പോഴും നിങ്ങൾക്ക് തോന്നും ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, പൈസ കൊടുത്താൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ ഈ സ്കില്ലുകളൊക്കെ എന്ന്. അതുപോലെ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങളുടെ ഇന്നലത്തെ ജീവിതത്തെ അപേക്ഷിച്ച് ചെറിയ മാറ്റങ്ങൾ, ചെറിയ ഇമ്പ്രൂവ്മെന്റുകൾ എന്നും വരുത്താൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ പഠനത്തിലാവട്ടെ, പ്രവൃത്തിയിലാവട്ടെ, ജീവിത വീക്ഷണത്തിലാവട്ടെ, ഒരു പുതിയ പുസ്തകം വായിക്കുന്നതിലൂടെ ആവട്ടെ, അത് വരുത്താൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആയിട്ട് മാറും. പിന്നെ ഒന്നുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും എന്തൂസിയാസം കൊണ്ട് നിറയ്ക്കുക, ഉത്സാഹം കൊണ്ട് നിറയ്ക്കുക. അതിപ്പോ തോന്നും, എങ്ങനെ ഞാനിങ്ങനെ ചുമ്മാ ഉത്സാഹം കൊണ്ട് നിറയ്ക്കുക? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മടിയല്ലേ, കിടന്നുറങ്ങിയിട്ട് എഴുന്നേക്കാൻ തന്നെ ഒരു മടി, പിന്നെ എങ്ങനെയാ ഉത്സാഹം വരിക? അതും ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ആ ഉത്സാഹം വരണമെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോയാൽ എന്തൊക്കെ എനിക്കിന്ന് ചെയ്യാനുണ്ട് എന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആ ലിസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്സാഹം തന്നെ വരും. ഇപ്പൊ ഞാൻ PSLVയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ ജോലി ചെയ്തു തീർക്കാൻ തന്നെ വളരെ സമയം പോരാത്തൊരു അവസരത്തിൽ ഞാൻ എഴുതും, ഒരു ചെറിയ തുണ്ട് കടലാസിൽ എഴുതി എന്റെ പോക്കറ്റിലിടും. ഓരോ അരമണിക്കൂർ കൂടുന്തോറും ആ തുണ്ട് കടലാസ് നോക്കും, തീർന്നോ, അത് വെട്ടും, അടുത്ത കാര്യങ്ങൾ എഴുതും. അപ്പോ ഒരു ജീവിതത്തിലെ ഒരു തിരക്ക് എന്ന് പറയുന്നത് പലപ്പോഴും എന്തൂസിയാസത്തെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. പിന്നെ ഉള്ളത് ഒന്നാണ് ജോലി ചെയ്യാതിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അല്ല, ജോലി ചെയ്യണം, പക്ഷെ അത് ജോലിയായിട്ടല്ല കാണേണ്ടത്, അത് ഒരു നമ്മുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണണം. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ ജോലി ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി. ഓരോ ദിവസവും ഓഫീസിൽ പോകുന്നതോ വർക്ക് ചെയ്യുന്നതോ ഒന്നും എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. കാരണം ശമ്പളം കിട്ടുന്നുണ്ട്, എന്നാൽ ആ ശമ്പളത്തിന് വേണ്ടിയിട്ട് ആണ് ഒരു വിധത്തിലെങ്കിൽ പോലും അതൊരു ഭാരമായിട്ട് ഒരിക്കലും വളരെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നിയിട്ടില്ല. അത് ഇന്നും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോഴാണ് നിങ്ങൾ അതിനെ ഒരു ജോയ് ആക്കി മാറ്റുന്നത്. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ എന്റെ പ്രസന്റേഷനിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം സൈഫിന്റെ അടുത്ത ചോദ്യം അതോ അങ്ങനെ ഡിസ്കഷനോ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കടക്കാം. താങ്ക് യു സർ. നമുക്ക് പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ആ അവസാനത്തെ സ്ലൈഡ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ മുഴുകിപ്പോയി, അതാ സംഭവിച്ചത്. എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ആ ഒരു സ്ലൈഡ് മാത്രം യഥാർത്ഥത്തിൽ ഒന്ന് ഫ്രെയിം ചെയ്ത് എപ്പോഴും കാഴ്ചവെക്കുന്ന സ്ഥലത്ത് വെക്കണം എന്ന്. വളരെ കൃത്യമായിട്ടുള്ള ചില ലൈഫ് ലെസൺസ് ആണ് സാറ് നമുക്ക് പകർന്നു തന്നത്. ഇന്നോവേഷനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് സാറിന്റെ തുടക്കത്തിലേ നമുക്ക് തന്നു. മാത്രമല്ല, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും അഭിമാനം തോന്നുന്ന ചില കാഴ്ചകളാണ് സാർ നമുക്ക് കാണിച്ചു തന്നത്. ഞങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന പോസ്റ്റില് സോമനാഥ് സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ ഡോക്ടർ അരുൺ പോലെയുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് അവരെ വേണ്ടത്ര പരിചയപ്പെടുത്താനുള്ള ഒരു സമയം നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു വീഡിയോയിലേക്കൊക്കെ ഒതുക്കി പോകുന്നത്. സോമനാഥ് സാറിനെ പറ്റി എപ്പോഴും വിജയൻ സാർ പറയാനുള്ള ഒരു കാര്യം, സാറ് പറയുന്നത്, വിജയൻ സാർ എപ്പോഴും പറയാറുള്ളതാണ്, ISROന്റെ അടുത്ത ചെയർമാനായിട്ട് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തിയായിട്ട് ഞാൻ കാണുന്നത് സോമനാഥ് സാറിനെയാണെന്ന് വിജയൻ സാർ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഡോക്ടർ അരുണിന്റെ അടുത്തേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഒരു എഡ്യൂക്കേറ്റർ ആണ്, വളരെ റിനൗണ്ട് ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു എഡ്യൂക്കേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്നോവേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരക്കണക്കിന് ആശയങ്ങൾ ഒരുപക്ഷെ ഡോക്ടർ ഇതിനോടകം തന്നെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണ് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ആളുകൾക്കിടയിൽ ഇന്നോവേറ്റേഴ്സ് ആയി അവർ മാറുന്നുണ്ടോ, ഇന്നോവേഷൻ സംഭവിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് ചെറുപ്പക്കാര് ഇന്നോവേറ്റേഴ്സ് ആയിട്ട് മാറുന്നുണ്ടോ? അതിനൊരു ഉപചോദ്യം കൂടിയുണ്ട്. പലപ്പോഴും ഈ പഴയ ആശയങ്ങളെ റീപാക്കേജ് ചെയ്തുകൊണ്ട് ഇതാണ് ഇന്നോവേഷൻ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിനോട് എങ്ങനെയാണ് ഡോക്ടർ അരുൺ പ്രതികരിക്കുന്നതെന്ന് അറിഞ്ഞാൽ? താങ്ക് യു സൈഫ്. വിജയൻ സാറും സോമനാഥ് സാറും ഒക്കെ ഉള്ള ഈ ഒരു വേദിയിൽ ഇതിനെപ്പറ്റി സംസാരിക്കാനും അവരൊക്കെ പറയുന്നത് കേൾക്കാനും കഴിയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്കുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ചോദിച്ച ചോദ്യത്തിനകത്ത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചോദിച്ചത്. ആയിരക്കണക്കിന് ഇന്നോവേറ്റീവ് ഐഡിയാസ് കേൾക്കുന്നുണ്ടോ? ശരിയാണ്, നൂറുകണക്കിന് ഐഡിയാസ്. ഞാനൊരു ട്രിനിറ്റി കോളേജിന്റെ പ്രിൻസിപ്പൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇടപഴകുന്നത് കൊണ്ട് ഒത്തിരി ഐഡിയാസ് ഓൺ എ ഡെയിലി ബേസിസ്. അപ്പോൾ അതില് സോമനാഥ് സാറ് പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ അകത്തുണ്ട്. അതായത് ഇൻക്രിമെന്റൽ ഇന്നോവേഷൻസ് സംഭവിക്കുന്നുണ്ട്, പടിപടിയായിട്ട് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്ത് പോകുന്നത്. ഇതായിരിക്കാം ഒരുപക്ഷെ ഈ പഴയ ഐഡിയ റീപാക്കേജ് ചെയ്ത് വന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. പക്ഷെ ആഴത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, ഇപ്പം റൈറ്റ് ബ്രദേഴ്സിന്റെ കാര്യം പറഞ്ഞു, 2-3 ആവർത്തി അതിനെപ്പറ്റി ഓൾറെഡി മെൻഷൻ കഴിഞ്ഞു. കാരണം അത്രയ്ക്കും ഭയങ്കരമായൊരു കണ്ടുപിടുത്തമായിരുന്നു എയ്റോപ്ലെയിൻ. ഞാനും ഒരു എയ്റോസ്പേസ് എഞ്ചിനീയർ ആണ് സാറിനെ പോലെ. അപ്പൊ ആ ഒരു ലൈനിൽ തന്നെ പിടിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ
ഒഹയോയിലെ ഈ 2 ബ്രദേഴ്സ് ഇതില് 1889 വിൽബർ റൈറ്റ് എഴുതിയ ഒരു വളരെ ഫേമസ് കത്തുണ്ട്. അത് കൈയെഴുത്ത് തന്നെയാണ്, അന്ന് ടൈപ്പ് റൈറ്റർ ഒന്നും ഇല്ലാതെ പുള്ളി എഴുതിയത്. അമേരിക്കയിലെ സ്മിത്സോണിയൻ ലൈബ്രറിക്ക് വിൽബർ റൈറ്റ് എഴുതിയത്. ഓർവില് വയ്യാതെ കിടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇവർ തീരുമാനിക്കുന്നത് നമുക്ക് മനുഷ്യന് പറക്കാൻ പറ്റും എന്ന് തോന്നുന്നു, അതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്തണം. ഈ ഒരു കത്തിൽ പുള്ളി ആവശ്യപ്പെടുന്നത്, സ്മിത്സോണിയൻ എന്ന് പറയുന്നത് അവിടുത്തെ ലാർജസ്റ്റ് ലൈബ്രറി ആൻഡ് മ്യൂസിയത്തിന് എഴുതി ചോദിക്കുകയാണ്, ഫ്ലൈറ്റിനെ പറ്റിയുള്ള എല്ലാ രേഖകളും എല്ലാ കണ്ടന്റും എനിക്ക് അയച്ചു തരും. അപ്പൊ ഒരു വ്യക്തിയുടെ ആ പാഷൻ തുടങ്ങുന്ന ഏരിയ ആലോചിച്ച് നോക്കണം. അദ്ദേഹം സാറ് പറഞ്ഞതുപോലെ എന്തിനെ പറ്റിയുള്ള ഒരു ക്യൂരിയോസിറ്റി വളരെ ഡീപ്പായിട്ട് അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി അന്ന് അങ്ങനെ ഒരു കത്ത് അയക്കുന്നു. അതിനുശേഷം ഇവർ ഇതിനു മുമ്പ് ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തിയിരുന്നു. പിന്നെ രണ്ടുപേർക്കും സൈക്കിൾ റിപ്പയർ ഷോപ്പും സൈക്കിൾ മാനുഫാക്ചറിങ് ഷോപ്പുമാണ് ഉണ്ടായിരുന്നത്. ഇതിലൂടെയാണ് ഇവർ എയറോസ്പേസ് എന്ന് പറഞ്ഞ ഈ ഫീൽഡ് തന്നെ സൃഷ്ടിക്കുന്നത്. ഈ കിട്ടിയ രേഖകളിൽ നിന്നെല്ലാം ഇവർ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. ഓട്ടോ ലിലിയൻതാൽ എന്ന ജർമ്മൻ പുള്ളിക്ക് അവിടെ 2 ബ്രദേഴ്സ് ആയിരുന്നു. അവര് നടത്തിയ എക്സ്പെരിമെന്റ്സ്, ചനൂട്ട് എന്ന് പറഞ്ഞ അമേരിക്കക്കാരൻ തന്നെ ലാംഗ്ലിയുടെ എക്സ്പെരിമെന്റ്സ്, അതിൽ നിന്ന് കിട്ടിയ വാല്യൂസ്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനോടൊപ്പം തന്നെ ഇവർ എക്സ്പെരിമെന്റ് ചെയ്ത് പോകുന്നേ. അപ്പൊ നമ്മൾ ഒറ്റ നോട്ടത്തിൽ വിചാരിക്കുന്ന ഒരു വലിയ ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ, അതായത് പെട്ടെന്ന് വന്നു എല്ലാത്തിനെയും തകർത്ത് കളഞ്ഞു, അതോടുകൂടി ചില മാർക്കറ്റുകൾ ഉണ്ടായി, ചില മാർക്കറ്റുകൾ ഇല്ലാതായി, അങ്ങനെ വിചാരിക്കുന്ന കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരുടെ ജീവിത കഥകളിലേക്കോ ഇതിന്റെ വളർച്ചയിലേക്കോ പോകുമ്പോൾ വളരെ ചെറിയ സ്റ്റെപ്പുകളിലൂടെ, സാറ് പറഞ്ഞ പോലെ ഓരോ ദിവസവും ജീവിതത്തിൽ എന്താണ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് എന്നുള്ള രീതിയിൽ. റൈറ്റ് ബ്രദേഴ്സിന്റെ കഥ എല്ലാവരും അവശ്യം വായിച്ചിരിക്കേണ്ടതാണ്. അത് പാഠപുസ്തകമാക്കി കിട്ടിയാലും കൊള്ളാം. കാരണം ഇവര് 24 മണിക്കൂറിലധികം സഞ്ചരിച്ചാണ് കിറ്റി ഹോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഈ ഫ്ലൈറ്റ് നടത്തുന്നത്, അവരുടെ ഹോം ടൗണിൽ നിന്ന്. അങ്ങോട്ട് പോകാൻ കാര്യം എന്താ, അവിടെയാണ് സ്റ്റഡി വിൻസ് ഉള്ളത് ഇവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം, അവിടെ മണലുള്ള തീരമുണ്ട്. അപ്പം എന്തായാലും ഇത് പൊട്ടി വീഴുമെന്നറിയാം. വീഴുമ്പോൾ അധികം ഡാമേജ് സ്വന്തമായിട്ടുണ്ടാവരുത്. അതേപോലെ ഈ 2 സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമേ തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരുമിച്ച് ഒരിക്കലും ഇതിൽ ഫ്ലൈറ്റിൽ പോകില്ല എന്ന് വെച്ചാൽ അവർക്ക് അന്നേ അറിയാമായിരുന്നു ഇതിനകത്ത് അങ്ങനെ ഒരു അപകടം ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ്, അതായത് ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റേ ആൾ ഉണ്ടായിരിക്കണം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ആലോചിച്ച് നോക്കൂ എന്തുമാത്രം പാഷനറ്റ് ആയിട്ടാണ് അതിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം, ആ ഒരു ഫീലിംഗ്, അപ്പൊ ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്. കാരണം ഇങ്ങനൊരു വാക്ക് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തില്ല, അപ്പൊ സോമനാഥ് സാറിന്റെ സമയത്ത് ഒരിക്കലും ഉണ്ടാവാൻ വഴിയില്ല. ഇന്നോവേഷനെ പറ്റിയൊന്നും കോളേജുകളിൽ സംസാരിച്ചിരുന്നില്ല. ഇതിപ്പോ ഒരു കഴിഞ്ഞ 10-15 വർഷം കൊണ്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ സ്കൂളുകളിൽ സംസാരിക്കുന്നു, എവിടെ തിരിഞ്ഞാലും നമ്മൾ ഇന്നോവേഷൻ എന്നുള്ള വാക്ക് കാണുന്നു, ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള വാക്ക് കാണുന്നു. അപ്പൊ അത് വൊക്കാബുലറിയിൽ വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ചലഞ്ച്. വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. സാറ് മെൻഷൻ ചെയ്ത പോലെ 85 നമ്മൾ PC യെ പറ്റി ഈ കേരളത്തിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത സമയം, പേഴ്സണൽ കമ്പ്യൂട്ടർ. 1980 സെയ്മോർ ടാപ്പേർട്ട് എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയ മൈൻഡ് സ്റ്റോംസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് MIT-യിലാണ് പുള്ളി എഴുതിയത്. അതിൽ പുള്ളി അന്ന് കമ്പ്യൂട്ടറുകൾ എങ്ങനെ വിദ്യാഭ്യാസത്തെ മാറ്റിമറിക്കും എന്ന് എഴുതിയിരുന്നു. അതായത് ഞാൻ ജനിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ എഴുതിയ ബുക്കാണ്. ഇന്നിപ്പോ ഞാനിങ്ങനെ 42-ാമത്തെ വയസ്സിൽ അത് വായിക്കുമ്പോൾ അന്ന് പുള്ളി പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ ഇന്നൊരു കൊറോണ വരേണ്ടി വന്നു. അതുവരെ നമ്മൾ അതിനെ ഭീകരമായിട്ട് റെസിസ്റ്റ് ചെയ്തു. എങ്ങനെ ഇൻഡിവിജ്വലി വിദ്യാഭ്യാസം കുട്ടികളിൽ എത്തിക്കാം, ഓൺലൈൻ വിദ്യാഭ്യാസത്തിനെ പറ്റിയാണ് അന്ന് തൊട്ടേ പുള്ളി സംസാരിക്കുന്നത്. അതിലൊരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞതും കൂടെ പറഞ്ഞ് ഞാനിത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നിർത്താം. ഓട്ടോമൊബൈൽ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഓട്ടോമൊബൈലിന്റെ കണ്ടുപിടുത്തം ഫോർഡും ഡൈംലറും ഒക്കെ ആലോചിക്കുമ്പോൾ അവരോട് ആരെങ്കിലും പോയി മനുഷ്യന്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ഇന്നോവേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉള്ളവരെല്ലാവരും ഇരുന്ന് എങ്ങനെ കാളവണ്ടി നന്നാക്കാം, അല്ലെങ്കിൽ എങ്ങനെ കുതിരവണ്ടി നന്നാക്കാം, ഇതല്ലേ ആലോചിക്കൂ. അല്ലാതെ അവിടെ ഒരു എൻജിൻ ഘടിപ്പിച്ച് കാളയും കുതിരയും ഒന്നും വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഇന്നോവേഷൻ വരണം. ഇതിനാണ് സാറ് നേരത്തെ പറഞ്ഞ ആ പരപ്പുള്ള വായന, മൾട്ടി ഡിസിപ്ലിനറി, വേറെ സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ഒരു ഫീൽഡിൽ കൊണ്ടുവന്ന് മാറ്റിമറിക്കാം. അപ്പൊ ഇതിന് ഇന്റർ ഡിസിപ്ലിനറി വേണം. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ സൈലോഡാണ്. ഈ സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന ആള് മെഡിക്കൽ ഫീൽഡിൽ പോയാൽ 136 സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അറിഞ്ഞു വരാൻ കുറച്ച് പ്രയാസമാണ്. അത് ആദ്യം തൊട്ടേ കുട്ടികൾ ശ്രദ്ധിച്ചു വരണം. അത്രയും പറഞ്ഞുകൊണ്ട് സൈഫ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്റെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. മനോഹരമായിട്ടുള്ള കഥകളിലൂടെ എനിക്ക് തോന്നുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച്
ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഇൻസ്പിറേഷണൽ ആയിട്ട് തുടങ്ങിയതിന് നന്ദി. ഈ പ്രോഗ്രാം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു. അപ്പൊ ഏകദേശം 10,000-ഓളം കമന്റ്സ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 700-ഓളം ഷെയർസ് പോയിട്ടുണ്ട്. അപ്പൊ ആളുകൾ അത്രയും സീരിയസ് ആയിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്ന് നിറയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ കമന്റ് ചെയ്യാം. സൂമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടുത്തെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇടാം. അത് നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ സ്പീക്കേഴ്സിന്റെ അടുത്തേക്ക് നമ്മൾ എടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു സോമനാഥ് സാറിന്റെ അടുത്തേക്ക് ഒന്ന് തിരിച്ചു പോവാം. നമ്മളെ ഡോക്ടർ അരുൺ പറഞ്ഞതിൽ നിന്ന് ഒന്ന് പോയാൽ നമ്മുടെ കുട്ടികളിൽ നമുക്ക് വേണ്ട പിന്നെ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ്, ആ വൊക്കാബുലറി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളത് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കണം എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇന്ത്യക്കാർ എത്രത്തോളം ഇന്നോവേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇന്നോവേഷൻ എന്നുള്ള ഒരു സ്വഭാവം ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി സാർ ഒന്ന് അഭിപ്രായം പറയാം. എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മള് ഇന്ത്യക്കാരുടെ ഇന്നോവേഷൻസ് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സബ് കോണ്ടിനെന്റൽ ഇന്നോവേഷനുകളെ കുറിച്ച് എനിക്കൊരു സ്ലൈഡ് കാണിക്കാമോ എങ്കിൽ ഞാനത് വളരെ ഭംഗിയായിട്ട് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സാർ. കാണാൻ തോന്നുന്നു ഈ സ്ലൈഡ് അല്ലേ? ഇത് ഏൻഷ്യന്റ് ഇന്ത്യയുടെ ഇന്നോവേഷനുകളുടെ ഒരു ചെറിയ ചിത്രം മാത്രമാണ്. ആദ്യമായിട്ട് പല്ലുകളിൽ തുളച്ച് റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആയുർവേദം, ടോയ്ലറ്റുകൾ ഫ്ലഷ് ചെയ്യാനും അതുപോലെ തന്നെ സ്യൂവേജ് കണക്ഷൻ ഉള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കിയത് 2500 BC-യിൽ, റൂളർ, നമ്മുടെ സ്കെയിൽ വളരെ ചെറിയ 2 മില്ലിമീറ്റർ വരെ ചെറിയ അളവിൽ മെഷർമെന്റിനുള്ള കഴിവ്, വെയിങ് ബാലൻസ്, വസ്തുക്കളുടെ ഭാരം കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒന്ന്, പ്ലാസ്റ്റിക് സർജറി, ഇന്നത്തെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടെല്ലാം നമ്മുടെ മാംസത്തെ മോൾഡ് ചെയ്ത് രൂപം മാറ്റാനുള്ള ടെക്നോളജി, പൈത്തഗോറസ് തിയറം 700 BC-യിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒന്ന്, ഇരുമ്പിന്റെയും ഉരുക്കിന്റെയും നിർമ്മാണം, ചർക്കയുടെ നിർമ്മാണം 500 AD-യിൽ. അപ്പോ ഇത് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല്, ഇന്ത്യൻ ഇന്നോവേറ്റീവ് സ്പിരിറ്റ് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. നമ്മളെല്ലാം ഇന്നോവേഷന് വളരെ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ പറയുമ്പോൾ ഇവരെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞേക്കാം, ഇന്നോവേഷനെ കുറിച്ചിട്ട്. കാരണം പുതിയ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 1960-കളിൽ 2 മനുഷ്യര്, ഹോമി ഭാഭയും വിക്രം സാരാഭായിയും, നമ്മുടെ ഈ സയൻസ് സ്പെക്ട്രത്തിൽ ഇന്ത്യയിൽ അവതരിച്ചവരാണ്. അവരെന്താ ചെയ്തത്? അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ ഒരു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ തുടങ്ങുന്നതേ ഉള്ളൂ. അന്ന് സ്പേസ് ടെക്നോളജിയും ന്യൂക്ലിയർ സയൻസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഓടിക്കും. എന്തിനാ നിങ്ങൾ ഇതുമായിട്ടൊക്കെ ഇവിടെ വരുന്നത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ സാരാഭായ് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്ലൈഡ് ഇട്ടത്. കാരണം അന്ന് ഇന്ത്യയിൽ ടെലിവിഷൻ പ്രോഗ്രാം ഒരു അമേരിക്കൻ ഉപഗ്രഹം ഉപയോഗിച്ചിട്ട് റഷ്യയുടെ ഗ്രൗണ്ട് സ്റ്റേഷൻ കൊണ്ടുവന്ന് ഫ്രഞ്ച് ട്രാൻസ്മിറ്റിംഗ് എക്യുപ്മെന്റുകളും കൂടി കടമെടുത്തു കൊണ്ടുവന്ന് സാരാഭായി ഒരു വർഷം ആ ഉപഗ്രഹം ഇന്ത്യയുടെ മുകളിൽ നിർത്തി 2000-ഓളം വില്ലേജ് ടെലിവിഷനുകൾ സ്വന്തം ആന്റിന സ്ഥാപിച്ചിട്ട് അന്ന് ബീം ചെയ്തു. അന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാം ഉണ്ടാക്കിയത് ഇന്നത്തെ ദൂരദർശനൊന്നും അന്നില്ല. അന്നുള്ളത് നമ്മുടെ ആകാശവാണിയാണ്. ആകാശവാണിയാണ് ആ പ്രോഗ്രാം ഉണ്ടാക്കിയത്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. 1970-കളിൽ നടന്ന കഥയാണിത്. ഇന്ത്യയിലെ ടെലിവിഷനുകളോ ടെലിവിഷൻ പ്രോഗ്രാമുകളോ വരാത്ത കാലഘട്ടത്തിൽ. ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇത്തരം ഒരു കാഴ്ചയിലൂടെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണത്തിനും മനസ്സിലായത് ഈ സ്പേസ് ടെക്നോളജിക്ക് എന്തോ ഒരു നേട്ടമുണ്ടെന്നും മനുഷ്യരുമായിട്ട് സംവദിക്കാനും സംസാരിക്കാനും കഴിയുന്ന വലിയൊരു ടെക്നോളജിയാണ് ഇതെന്നും ആളുകളെ കാണിച്ചു കൊടുക്കാനും, സാധാരണക്കാർക്ക് വിദ്യാഭ്യാസ വികസനം, ആളുകൾക്ക് പ്രോഗ്രാമുകൾ കാണിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം ഇതിനുണ്ട് എന്ന് അന്ന് സാധാരണക്കാരായ പൊളിറ്റീഷ്യൻസിനും മനുഷ്യർക്കും എല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞ ഒരു നേട്ടമാണ്. അതുപോലെ തന്നെയാണ് ഭാഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അത് അത്രയോ വലുതാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പ്രസന്റേഷൻ വിഡ്രോ ചെയ്യാണ്. ഇനി ഒരു സ്ലൈഡും കൂടെ ഞാൻ കാണിച്ചോട്ടെ, താങ്കൾ അനുവദിക്കുവാണെങ്കിൽ. ഓക്കെ, തീർച്ചയായിട്ടും. ഇനി വരുന്ന വർഷങ്ങളിൽ എന്തായിരിക്കും, ഇനിയുള്ള കാലഘട്ടം എങ്ങനെയായിരിക്കും എന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. സ്ലൈഡ് കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇതാണ് ട്രാൻസ്ഫോർമേറ്റീവ് ടെക്നോളജീസ്. 2030-കളിൽ നിങ്ങളെല്ലാം, ഈ വരുന്ന ചെറുപ്പക്കാരെല്ലാം ഇനി അധികം താമസിയാതെ യുവാക്കളായും ഈ രാജ്യത്തിന്റെ നിയന്ത്രിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറുമ്പോൾ
അവരറിയണം. കാരണം ഞാനൊരു ഒരു ടെക്നോക്രാറ്റ് ആണ്, ഞാനൊരു ടെക്നോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അതിലെ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ഇത് സോഷ്യൽ സെക്ടറിലൊക്കെ ആപ്ലിക്കബിൾ ആണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. എവിടെയൊക്കെ ആയിരിക്കും ഇനി വരുന്ന കാലഘട്ടം എന്ന് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. കമ്പ്യൂട്ടറുകൾ ഇന്ന് നിങ്ങൾ കാണുന്ന സൈസിൽ നിന്നെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇപ്പൊ കമ്പ്യൂട്ടറുകൾ നിങ്ങൾ കണ്ടാൽ പോലും തിരിച്ചറിയില്ല. ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വലിയൊരു കമ്പ്യൂട്ടറാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതും അപ്രത്യക്ഷമാകും. അത് നിങ്ങളുടെ കയ്യിലെ വാച്ചായി മാറും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചിപ്പായിട്ട് മാറും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഉള്ളിലാവും കമ്പ്യൂട്ടർ. കുറച്ച് കഴിയുമ്പോൾ ഈ കമ്പ്യൂട്ടർ തന്നെ ഇല്ലാതാകും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും സെൻസർ വഴി എവിടെയോ ഇരിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊരു ചോദ്യം മനസ്സിൽ ചോദിക്കുമ്പോൾ ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ തരുന്ന ഒരു നെറ്റ്വർക്കിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇത് പറയുമ്പോൾ തമാശയായിട്ട് തോന്നും ഇപ്പോ, പക്ഷെ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾ എന്റർടൈൻമെന്റുകളെ സിനിമ കണ്ടുകൊണ്ടിരുന്നവരാണ്. സിനിമയെല്ലാം നിന്നുപോയി, ഇപ്പൊ തന്നെ നിന്നുപോയി. ഇപ്പൊ നിങ്ങൾ സിനിമ കാണുന്ന മൊബൈലിലാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മൊബൈലിലും ഒന്നും ആയിരിക്കില്ല. ഇത് നിങ്ങൾ ഒരു വെബിന് ഉള്ളിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കും. നിങ്ങളുടെ എന്റർടൈൻമെന്റ് എല്ലാം അതിൽ നിന്ന് തന്നെ ആയിരിക്കും. ചിലപ്പോഴെല്ലാം നിങ്ങൾ വെറുതെ ഇരുന്ന് ചിരിക്കുന്നത് കാണേണ്ടി വരും ആളുകളൊക്കെ. കാരണം സ്വയം എന്റർടൈൻമെന്റുകൾ നേടാൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറും. യാത്ര, ലോക്കോമോഷൻ. ഇന്ന് യാത്രയെ കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വലിയൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് യാത്രയിൽ ഇന്നോവേഷൻ എന്തെല്ലാം മാറ്റങ്ങളുണ്ട്. കാളവണ്ടിയുടെ കഥ അരുൺ പറയുകയുണ്ടായി. ഇന്ന് നമ്മൾ വിമാനയാത്രയെ കുറിച്ചും കപ്പൽ യാത്രയെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി അടുത്ത യാത്ര എന്താണ്? റോക്കറ്റ് ഉപയോഗിച്ചിട്ട് അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന യാത്രയെ കുറിച്ചിട്ടാണ്. ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടു, വിർജിൻ ഗാലക്റ്റിക് റോക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിമാനം നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നു, മാർക്ക് 3 യാത്ര ചെയ്യുന്നത്. ഇനിയിപ്പോ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് 12-14 മണിക്കൂർ എടുക്കുന്ന യാത്ര വെറും അരമണിക്കൂറിൽ നടക്കുന്ന അവസ്ഥയായിട്ട് മാറും. അതേ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് ചൊവ്വയിലേക്കും പോകും. അപ്പോ അതൊക്കെയാണ് വരാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച് കഴിഞ്ഞു ഓൾറെഡി. നിങ്ങളുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ ഇന്ന് AI ഓൾറെഡി ഉണ്ട്. പലർക്കും അറിയാം. ചിലപ്പോഴൊക്കെ നിങ്ങളൊരു പൂവിന്റെ ചിത്രം എടുത്ത് കാണിച്ചാൽ ഏത് പൂവാണോ എന്നതിന് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ ചെയ്യുന്ന ഓരോ വെബ് ബ്രൗസിങ്ങും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം അതെല്ലാം പഠിച്ചുകൊണ്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇന്ന് കമ്പ്യൂട്ടറുകൾക്ക് അറിയാം. നിങ്ങളുടെ സ്വഭാവം എന്ത്, നിങ്ങളുടെ താല്പര്യങ്ങൾ എന്ത്, നിങ്ങളുടെ മാനസിക വ്യാപാരങ്ങൾ എന്ത് എന്നെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന ഇതൊക്കെ വലിയ വലിയ മാറ്റങ്ങളിലേക്ക് പോവുകയാണ്. അസുഖങ്ങൾക്ക് വേണ്ടി മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്, ജിനോമിക്സ് മാറുന്നു, ഭാഷ മാറുന്നു. ഭാഷ ഇന്ന് ഒരുപാട് ഭാഷകൾ പഠിക്കേണ്ട ആവശ്യമില്ലാതായി മാറുന്നു. കാരണം നിങ്ങൾ ഒരു ഭാഷ അറിയാമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ അത് ഓൺലൈൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞു തരുന്നു. ഇപ്പൊ എന്റെ മൊബൈലിൽ തന്നെ ഞാൻ റഷ്യയിലൊക്കെ പോയപ്പോൾ സംസാരിക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഞാൻ റഷ്യക്കാരൻ എന്റെ മൊബൈൽ എടുത്ത് തരികയാണ്, ഇംഗ്ലീഷിൽ പറയൂ, ഉടനെ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് റഷ്യനിൽ ആ ഡ്രൈവറോട് പറയുകയാണ്. വിദ്യാഭ്യാസത്തിലെ മാറ്റം ഓൾറെഡി നിങ്ങൾ കണ്ടു തുടങ്ങി. ഇതുപോലെ ഇത്തരം മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഇന്നോവേഷനിൽ. ഇത് ഈ ലിസ്റ്റ് പൂർണ്ണമൊന്നുമല്ല. ഇനിയുള്ള ഈ ലിസ്റ്റ് പൂരിപ്പിക്കേണ്ടതെല്ലാം നിങ്ങളുടെ തലമുറയാണ്. എന്റെ തലമുറയുടെ ലിസ്റ്റ് മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം നിർത്തുകയാണ്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് പിന്നെ സർ വിശദീകരിച്ച പോയി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പാരമ്പര്യം തന്നെ ഇന്നോവേഷൻ്റെതാണ് എന്ന് തോന്നുന്ന രൂപത്തിലായിരുന്നു സാറിന്റെ കുറെ അറിവ് സർ പകർന്നു തന്നത്. അതോടൊപ്പം തന്നെ ഭാവിയിലെ ഇന്നോവേഷന്റെ സാധ്യതകളുടെ ഒരു വിശദമായിട്ടുള്ള ചിത്രം സാറ് വരച്ചു കാണിക്കുകയും ചെയ്തു. അതിലേക്ക് നമ്മൾ എത്തേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെയാണെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അരുണിന്റെ അടുത്താണ് അടുത്തൊരു ചോദ്യം ഉള്ളത്. അപ്പം ഈ ഇന്നോവേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഇന്നോവേഷൻസ് കൊണ്ടുവരാം, അതൊരു ശീലമാക്കി എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാം. ഇത് നമ്മള് സോമനാഥ് സാർ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ എന്തൊക്കെയാണ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞ് സാമാന്യം നല്ലൊരു ലിസ്റ്റ് തന്നെ സാറ് കാണിച്ചിരുന്നു എക്സോസ്റ്റീവ് ആയിട്ട്. അപ്പൊ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് എല്ലാവർക്കും ഇപ്പൊ ഐപോഡോ ഐഫോണോ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാനൊരു ഇന്നോവേറ്റർ അല്ല എന്നുള്ളതാണ്. അതല്ല, ഒട്ടും ആ രീതിയിലേ അല്ല. നമുക്ക് പ്രോസസ്സുകൾ ഇന്നോവേറ്റ് ചെയ്യാം. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വ്യത്യസ്തമായ ഒരു പുതിയ രീതിയിലൂടെ ചെയ്യുന്നത് ഒരു ഇന്നോവേഷനാണ്. പെർസ്പെക്റ്റീവ് ഇന്നോവേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഞാനൊരു പ്രത്യേക രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ ഞാൻ എൻ്റെ ആ ചിന്താ രീതി മാറ്റി അതിലൊരു ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത് വളരെ സിമ്പിളായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒരു ചെറിയ ഡെഫിനിഷൻ, എനിക്ക് വളരെ താല്പര്യമുള്ള ഇന്നോവേഷന്റെ ഒരു ഡെഫിനിഷൻ MIT-യിൽ നിന്ന് പ്രൊഫസർ ബിൽ ഓലറ്റിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഹി സേസ്, അവിടെ ആദ്യം അവർ ഡിഫൈൻ ചെയ്തിരുന്നത് ഇന്നോവേഷൻ ഈസ് ഈക്വൽ ടു ഇൻവെൻഷൻ പ്ലസ് കമേഴ്ഷ്യലൈസേഷൻ. ഒരു അഡീഷൻ ആയിരുന്നു.
കമേഴ്ഷ്യലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് അത് സോഷ്യലൈസേഷൻ എന്ന് വിളിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം എപ്പോഴും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നില്ല, മാക്സിമം ആൾക്കാർക്ക് ബെനിഫിറ്റ് ആണ് നോക്കുന്നത്. ഇപ്പൊ ISROയുടെ കാര്യം എടുത്താൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇതിനെ ബിൽ ഓലറ്റ് ചെയ്തത് ആ പ്ലസ് സൈനെ മാറ്റി പുള്ളി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ ഇൻവെൻഷൻ മൾട്ടിപ്ലൈഡ് ബൈ കമേഴ്ഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആയി പോയാൽ ഇന്നോവേഷൻ നടന്നില്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ സംഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ മലയാള മനോരമയിലും മാതൃഭൂമിയിലും വിളിച്ചു പറയാനാണ് നമ്മുടെ ആദ്യത്തെ ടെൻഡൻസി. അല്ലാതെ ആ സാധനം ഫൈൻ ട്യൂൺ ചെയ്ത് ആർക്കൊക്കെയാണ് ഇത് പ്രയോജനപ്പെടുന്നത്, ഇത് എന്നത്തെ കാലത്ത് ഉപയോഗിക്കും. കാരണം ഇവിടെ ഇപ്പം കോളേജുകളുടെ കേസ് എടുത്താൽ ടൺ കണക്കിനാണ് വീൽ ചെയറുകളിൽ ഇന്നോവേഷൻസ് വരുന്നത്. പക്ഷെ ഇതൊന്നും അതിന്റെ ആവശ്യക്കാരിലേക്ക് എത്തുന്നില്ല. നമ്മൾ ചക്ക പറിക്കുന്ന യന്ത്രം ഉണ്ടാക്കുന്നു, റബ്ബർ ടാപ്പ് ചെയ്യുന്ന യന്ത്രം ഉണ്ടാക്കുന്നു, പക്ഷെ വീണ്ടും ആ തൊഴിലാളികൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ആ ഒരു ഫോക്കസ് അവിടെ നിന്ന് മാറിപ്പോയി. ബിക്കോസ് വി കൺസിഡർ ഇന്നോവേഷൻ ടു ബി സംതിങ് ദാറ്റ് ഷുഡ് ബി പാത്ത് ബ്രേക്കിംഗ്, ലോകം മുഴുവൻ അംഗീകരിച്ചാലേ ശരിയാവൂ, പത്രത്തിൽ വരുമ്പോഴേ ശരിയാവൂ എന്നുള്ളത്. അത് മാറ്റുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ ഈ ഇതിനകത്ത് ഒരുപാട് അമ്മമാരും ചേച്ചിമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. കിച്ചൺ എന്ന് പറയുന്ന സ്ഥലം, ഇന്ത്യൻ അടുക്കള, അതിപ്പോ സോംനാഥ് സാറ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ ഇന്നോവേഷൻസിന്റെ ഇടയ്ക്ക് അത് പറഞ്ഞില്ല. ഇന്ത്യൻ അടുക്കള പോലെ ഒരു ഇന്നോവേഷൻസ് ലാബ് ലോകത്തില്ല. അവിടെ ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കപ്പെടുന്ന സാധനങ്ങൾ, അത് നിങ്ങൾ ഒരു ദിവസം അടുക്കളയിൽ നിന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും എന്തൊക്കെയാണ് 2 മിനിറ്റ് കൊണ്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ISROയെ ബീറ്റ് ചെയ്യുന്ന ഇന്നോവേഷൻസ് ആണ് അവിടെ നടക്കുന്നത്. അതിന്റെ പ്രോഡക്ട്സിനെല്ലാം ഒരു ക്വാളിറ്റി ഉണ്ട്, കാരണം അത് ഇമ്മീഡിയറ്റ്ലി യൂസേഴ്സിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പൊ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് എങ്ങനെ ഇരിക്കുന്നു. അതൊരെണ്ണം. രണ്ടാമത് കഥ പറച്ചിൽ. ലേറ്റായിട്ട് കേൾക്കാമോ ഞാൻ പറയുന്നത്? ഇപ്പൊ കോളേജിൽ തന്നെ ലേറ്റായിട്ട് വരുന്ന കുട്ടികളോട് ചോദിച്ചാൽ ഹൈലി ഇന്നോവേറ്റീവ് റീസൺസ് കൊണ്ടുവരും, പുതിയ കഥകൾ, നല്ല രീതിയിലുള്ള കഥകൾ. അത് പണ്ട് തൊട്ടേ ഇന്ത്യക്കുള്ള ഒരു പാരമ്പര്യമാണ്, നമ്മൾ നല്ല രീതിയിൽ കഥ പറയും. ഇതാലോചിക്കുക, എന്നെ പോലെ മുടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് എന്നും രാവിലെ ഒരു ഇന്നോവേഷൻ അവിടെ ഉണ്ട്, എങ്ങനെ ഏത് ഡയറക്ഷനിൽ ചീകി വെക്കണമെന്നുള്ളത്. ഇത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും നമ്മളൊരു എക്സ്പെരിമെന്റ് കൊണ്ടുവരുന്നു. ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു സിമ്പിൾ ഇന്നോവേഷന്റെ കഥ കൂടി ഞാൻ പറയാം. ഈ കേസിൽ നമ്മളെല്ലാവരും വാനില ഐസ്ക്രീം, ലോകത്തിലെ ഏറ്റവും ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ ആണ് വാനില. ഇത് നമുക്ക് 18ാം സെഞ്ചുറി വരെ കിട്ടിയിരുന്നില്ല. കാരണം സൗത്ത് അമേരിക്കയിൽ എവിടെയാണോ വാനില ഡിസ്കവർ ചെയ്തത് അവിടെ ഉള്ള ഒരു പ്രത്യേക തരം പ്രാണി വിചാരിച്ചാലേ ഇതിന്റെ പോളിനേഷൻ നടക്കുകയുള്ളൂ. കാരണം ആ പ്രാണി വന്നിരിക്കുമ്പോൾ ആ പൂവിലെ ബോഡി പാർട്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പോളിനേഷൻ നടക്കുകയുള്ളൂ. ഇത് വെളിയിൽ ആഫ്രിക്കയിലും അവിടെ ഇവിടെയൊക്കെ കൊളോണിയൽ രാജ്യങ്ങളിൽ കൊണ്ടുവച്ചിട്ടും ഇത് നടന്നില്ല. അവസാനം റിയൂണിയൻ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് കോളനി ആഫ്രിക്കയ്ക്കടുത്ത്, അവിടെ ഒരു സുപ്രഭാതത്തിൽ ഇത് പൂത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അവിടെ ആദ്യമായിട്ട് വാനിലയുടെ പോട് പിടിച്ച് കണ്ടു. അന്ന് അവർക്കത് മനസ്സിലായത്, എഡ്മണ്ട് ആൽബിയസ് എന്ന് പറഞ്ഞ 10 വയസ്സുള്ള ഒരു പയ്യൻ, അവന്റെ ചെറിയ വിരൽ ഉപയോഗിച്ച് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യായിരുന്നു ഈ പൂവില്. പുള്ളി അത് വേറൊരു പ്ലാന്റിൽ അച്ഛനും അവിടുത്തെ വേറെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പുള്ളി അത് ഈ പൂവിൽ ചെയ്തു നോക്കി. അങ്ങനെ എഡ്മണ്ട് ആൽബിയസ് എന്ന് പറഞ്ഞ 10 വയസ്സ്, ആ ഒരു പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഇന്നോവേഷൻ കൊണ്ടാണെന്ന് നമ്മളെല്ലാം മനോഹരമായ വാനില ഐസ്ക്രീം കുടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് പ്രായം ഒരു കൺസിഡറേഷനേ അല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ക്യൂരിയസ് ആയിട്ടിരിക്കുക, തലയിൽ വരുന്ന ഐഡിയ എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പൊ പിന്നെ മുഹമ്മദ് ഫൈസ് കൊണ്ടോട്ടിന്ന് നമുക്കെല്ലാം പറഞ്ഞു തന്നല്ലോ, ചിലവരുടേത് റെഡിയാവും, ചിലരുടേത് റെഡിയാവില്ല. നമുക്ക് ഒരു കുഴപ്പമില്ല, വീണ്ടും നമ്മൾ പിറ്റേ ദിവസം ഇത് ശ്രമിച്ച് മുമ്പോട്ട് പോകാന്നുള്ളതാണ്. അപ്പൊ അതാണ് എനിക്ക് ദൈനംദിന ജീവിതത്തിലെ ഇന്നോവേഷനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസിലൂടെ, എനിക്ക് തോന്നുന്നു പോസ്പോസിന്റെ എപ്പിസോഡുകളിൽ ഏറ്റവും കഥകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു ദിവസമാണെന്ന്. താങ്ക് യു സോ മച്ച്. 7:56 കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് എടുക്കാനുണ്ട്. ഇനിയും ഒരുപാട് ടോക്കിംഗ് പോയിന്റ്സ് സാറുമായിട്ട് സംസാരിക്കാനും മറ്റൊക്കെ ഞങ്ങൾ കരുതി വെച്ചിരുന്നു. പക്ഷെ ഈ സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള ക്വസ്റ്റ്യൻസും നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇപ്പൊ എടുക്കാൻ തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു സെഷൻ, ഈ ഒരു ഭാഗം ചോദ്യോത്തരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ MBTയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ടീം മെമ്പർമാരിൽ ഒരാളായിട്ടുള്ള ശ്രീ ആനന്ദ്, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കും. താങ്ക് യു സൈഫ്. നമ്മുടെ ചർച്ച വളരെ രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒരു ആശയത്തിൽ നിന്ന് എങ്ങനെ ഒരു ഇന്നോവേഷൻ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് വലുതായി ഒരു
പ്രസ്ഥാനമായി മാറാമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള SPC. ഒരു വളരെ ചെറിയൊരു ആശയത്തിൽ നിന്ന് തുടങ്ങി ഒരു ലോകം മുഴുവൻ ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് SPC. ഇപ്പൊ SPCയിൽ ഒരുപാട് കുട്ടികൾ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് നമ്മുടെ റിസർച്ച് ടീം മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ സ്ഥിരമായിട്ടുള്ള ചോദ്യം ഇത് തന്നെയാണ്, ഞാൻ ഇങ്ങനെ ഒരു ഇന്നോവേറ്റർ ആകാം. ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം ആകാശ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് സ്കൂളിൽ നിന്ന് ഒരു കുട്ടി ചോദിച്ചായിരുന്നു, ഞങ്ങളുടെ ഭാഷയുടെ ഒരു പരിമിതി എങ്ങനെ നമുക്ക് അതിജീവിക്കാം. ഇതിനൊക്കെ ഉള്ള ഉത്തരങ്ങള് സോമനാഥ് സാറും ഡോക്ടർ അരുണും പറയുന്നുണ്ട്. ഇത് ഈ കോൺവെർസേഷനിൽ തന്നെ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പം നമുക്കിതിനു മുമ്പ് നേരത്തെ വന്നൊരു ചോദ്യം വന്നത് സന്തോഷ് കുമാർ. അദ്ദേഹം തൃശ്ശൂർ സിറ്റി പോലീസിലെ SIയും PRO ആണ്, നമ്മുടെ ORCയുടെ ട്രെയിനറാണ്. സന്തോഷ് കുമാർ ഓൺലൈൻ ഉണ്ടോ? സന്തോഷ് കുമാർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. ചോദിക്കൂ സാർ. എന്റെ ചോദ്യം സോമനാഥൻ സാറിന്റെ അടുത്താണ്. ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, മറ്റു രാജ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്ന അല്ലെങ്കിൽ മറ്റ് ആളുകൾ വളരെ പ്രത്യേകതയോടുകൂടി വീക്ഷിക്കുന്ന സ്പേസ് ടെക്നോളജിയാണ് ഇന്ത്യയുടേത്. ഇന്ത്യയുടെ സ്പേസ് ടെക്നോളജിയിലെ ഏറ്റവും പ്രധാന സവിശേഷതയായിട്ട് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ വീക്ഷിക്കുന്നത് അതിന്റെ ചെലവ് കുറഞ്ഞ, വളരെ പരിമിതമായ മൂലധനം ഇറക്കിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ വികസിത രാജ്യങ്ങളെ അട്രാക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ടെക്നോളജിയാണ്. ഇന്ത്യൻ സ്പേസ് ടെക്നോളജിക്ക് എപ്രകാരമാണ് ഇത്തരത്തിൽ ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് വിശദമാക്കാമോ സാർ? തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇന്ത്യൻ സ്പേസ് ടെക്നോളജി. അല്ല, ഒന്നാമത്തെ കാര്യം ചെലവ് കുറയ്ക്കാനുള്ള കാര്യം പണത്തിന്റെ കുറവ് തന്നെയാണ്. അപ്പോ പണം നിങ്ങൾക്ക് കിട്ടുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നിങ്ങളുടെ വിഷനോ ഗോളോ കുറയുന്നില്ല. അവിടെയാണ് അതിന്റെ സീക്രട്ട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു കുറവും വരുന്നില്ല. അത് ആഗ്രഹവും നമ്മളുടെ താല്പര്യവും ഒരു കുറവുമില്ല, പണത്തിന് കുറവേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സമയത്ത് പുതിയ വഴികൾ കണ്ടെത്തും. അവിടെയാണ് ഒരു ഇന്നോവേഷൻ നടക്കുന്നത്. ഇവിടെ എങ്ങനെ കുറഞ്ഞ പണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തു തീർക്കണം എന്നുള്ള ആ ചിന്തയിൽ നിന്നാണ്. അത് ഞങ്ങളുടെ ഓർഗനൈസേഷന്റെ ഒരു സ്വഭാവം തന്നെയാണ്. തന്നിരിക്കുന്ന പണത്തെ ഏത് തരത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ പ്രോജക്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ തുടങ്ങും. അതിലൊരു ഉദാഹരണം പറയാം. ഒരു ഉപയോഗിച്ച ഹാർഡ്വെയർ, ഒരു വസ്തു, ഇപ്പൊ നിങ്ങൾ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ റോക്കറ്റിന്റെ ഒരു പാർട്ട്, അത് ആ ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പുറത്തുള്ളവരത് കളയുകയാണ്. പുതിയ ഒരെണ്ണം എടുത്ത് ടെസ്റ്റ് ചെയ്യും. ഞങ്ങൾ കളയൂല. അത് കളയാതെ വീണ്ടും അതിനെ റീഫർബിഷ് ചെയ്ത് അതിനെന്തെങ്കിലും ചെറിയ കറക്ഷൻ ചെയ്ത് വീണ്ടും അതിന് ഉപയോഗിക്കാം. ഞാൻ തന്നെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഒരിക്കൽ ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്ത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ ഹാർഡ്വെയറിനെ വീണ്ടും ചെറിയ റിപ്പയർ ചെയ്ത് അടുത്ത റോക്കറ്റ് ലോഞ്ചിൽ വെച്ച് വിട്ടു. ഒരു കുഴപ്പം പറ്റില്ല, റോക്കറ്റ് ഭംഗിയായിട്ട് തന്നെ പോയി. അപ്പോൾ അതിലൂടെ ലാഭിക്കുന്ന ലക്ഷങ്ങളാണ്. അതുപോലെ ടെസ്റ്റുകളിൽ റീസൈക്കിൾ ചെയ്യുക, ഹാർഡ്വെയറിനെ റീസൈക്കിൾ ചെയ്യുക, മെറ്റീരിയലിനെ റീസൈക്കിൾ ചെയ്യുക. പിന്നെ ഉള്ളത് ഞങ്ങളുടെ ടെസ്റ്റുകളുടെ എണ്ണം മറ്റ് വിദേശ റോക്കറ്റുകളുടെ ടെസ്റ്റുകളെക്കാളും വളരെ കുറയ്ക്കും ഞങ്ങൾ. അത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ GSLV Mark 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു ഞാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു നമ്മുടെ സോളിഡ് റോക്കറ്റ്, 200 ടൺ ഭാരം പ്രൊപ്പലന്റ് ഉള്ള റോക്കറ്റ്. അതിന്റെ ആകെ ഞങ്ങൾ നടത്തിയ 2 ടെസ്റ്റാണ് ഗ്രൗണ്ടിൽ. മൂന്നാമത്തെ ടെസ്റ്റ് റോക്കറ്റ് ഫ്ലൈ ആണ് ചെയ്തത്. ലോകത്ത് ഒരു മനുഷ്യനും ചെയ്യില്ല. ലോകത്ത് ഇതുപോലെ റോക്കറ്റ് ഡെവലപ്മെന്റിന് ഏറ്റവും കുറഞ്ഞൊരു 10 എഞ്ചിനെങ്കിലും ടെസ്റ്റ് ചെയ്ത് പല പല കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടാണ് 11ാമത്തേതായിരിക്കും ഫ്ലൈറ്റിൽ പോവുക. ഇവിടെ 2 എണ്ണം ചെയ്തിട്ട് 3ാമത്തത് ഫ്ലൈറ്റ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു ടെസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് അപ്പൊ ചോദിക്കും, ഇത് റിസ്ക് ആണോ? അനാവശ്യ റിസ്ക് അല്ലേ നിങ്ങൾ എടുക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പൊ അതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് മുമ്പ് ഇത്തരം മോട്ടോറുകൾ ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജോലിയുടെ ഒരു പ്രധാന ഭാഗം മറ്റുള്ളവർ ചെയ്തതിനെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കൻ ചെയ്തതും റഷ്യൻസ് ചെയ്തതും ചൈനീസ് ചെയ്തതും കിട്ടാവുന്നത്രയും ഡോക്യുമെന്റുകൾ ഞങ്ങൾ കിട്ടുന്നത് നല്ല വഴിയിലും അല്ലാത്ത വഴിയിലും കളക്ട് ചെയ്ത് പഠിക്കും. അവർ അനുഭവിച്ച പ്രയാസങ്ങളോ ഫെയിലറുകളെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഏത് തരത്തിൽ അതിനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ വളരെ അധികം ചെയ്യും, വേരിയബിലിറ്റീസ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പണക്കുറവിനെ ടെസ്റ്റുകൾ കുറച്ചുകൊണ്ടും റീസൈക്കിൾ ചെയ്തുകൊണ്ടും ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ ഫെസിലിറ്റി ഉണ്ടാക്കുന്നതിൽ പിശുക്കന്മാരാ ഞങ്ങൾ. നമ്മളെ ഇപ്പോൾ 100 കോടിക്ക് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റി എങ്ങനെ അത് 10 കോടിക്ക് ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യ ഡിസ്കഷൻ ഉള്ളിൽ. അപ്പോൾ അതിന്റെ ഒരു കഥയുണ്ട്. പണ്ട് ഒരു ശേഷൻ ഉണ്ടായിരുന്നു. ശേഷൻ അറിയാം, TN ശേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പഴയൊരു ഇലക്ഷൻ കമ്മീഷണർ. അദ്ദേഹം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ശേഷൻ ISROയിൽ അഡീഷണൽ സെക്രട്ടറി എങ്ങനെ ആയിരിക്കുമെന്ന് കുറച്ച് പേർക്കെങ്കിലും ആലോചിക്കാൻ പറ്റും. നമ്മളൊരു 100 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപ തരാന്ന് പറയും.
അതുപോലത്തെ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ. അപ്പോ ഞങ്ങൾ പണിത ഒരു കെട്ടിടത്തിന്റെ കൊറിഡോറിന് ഒരിക്കൽ 2 മീറ്റർ വീതിയിലാണ് സിവിൽ ഡിസൈനർ കൊടുത്തത്. അദ്ദേഹം അത് വെട്ടിച്ചുരുക്കി 1.2 മീറ്റർ ആക്കി. കാരണം 2 പേർക്ക് നടന്നു പോകാൻ ഒരു കൊറിഡോറിന് 1.2 മീറ്ററിന് കൂടുതൽ ആവശ്യമില്ലല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്. അപ്പോ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് ഞങ്ങളുടെ അകത്തുള്ളത്. അപ്പൊ അത്തരം മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും നമ്മളുടെ പണച്ചെലവിനെ കുറിച്ച് എപ്പോഴും ഞങ്ങൾ ചിന്തിക്കും. കാരണം ഈ പണമൊന്നും എന്റെ വീട്ടിൽ നിന്നോ കൊണ്ടുവരുന്നതല്ല, സർക്കാർ തരുന്ന ജനങ്ങളുടെ പണമാണ്. അതിനെക്കുറിച്ച് എന്നും ഞങ്ങളുടെ ഉള്ള ആളുകൾ പരസ്പരം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. ആ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ് ഇത് ചെലവുറയ്ക്കാൻ കഴിയുന്നത്. താങ്ക് യു സാർ. ഇത് വളരെ രസകരമായിട്ടൊരു മറുപടിയായിരുന്നു. അടുത്ത ചോദ്യം ചോദിക്കുന്നത് സന്ധ്യ NT, ORC നോഡൽ ടീച്ചറാണ്. ടീച്ചർ ഓൺലൈൻ ഉണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. ചോദിച്ചോളൂ ടീച്ചർ. ഗുഡ് ഈവനിങ് സാർ. കണ്ടുപിടുത്തങ്ങളുടെയും പുതിയ ചിന്തകളുടെയും അടിസ്ഥാനം തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു കൊടുക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി അത് ചോദ്യങ്ങൾക്ക് സ്ഥലം കൊടുക്കുന്നില്ല എന്നതാണ്. ഇത് ശരിയാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം? അരുൺ സാറിന്റെ എന്നാണ് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നത്. യെസ്, വളരെ ശരിയാണ് ആ പറഞ്ഞത്. ഉദാഹരണത്തിന് ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി, നമുക്കിപ്പോ റിസർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്കലി അറിയാം, ശരാശരി 200 ചോദ്യങ്ങളാണ് ഒരു ദിവസം ചോദിക്കുന്നത്. ഇപ്പൊ 2 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക് ഇവര് 40,000 ചോദ്യങ്ങൾ ചോദിക്കും ജീവിതത്തിൽ. പിന്നീട് ഇവർ എന്തുകൊണ്ട് മിണ്ടാപ്പൂച്ചകളായി പോകുന്നു, അല്ലെങ്കിൽ ഒരിടത്ത് ചോദ്യം ചോദിക്കാൻ പറഞ്ഞാൽ അവർ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് അതില് വന്ന ഒരു വലിയ മാറ്റം. വിദ്യാഭ്യാസ സമ്പ്രദായത്തില് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചോദ്യങ്ങളെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യുന്നു. അതായത് കുട്ടികൾ ചോദിക്കേണ്ട ഒന്നല്ല, കുട്ടികൾ ഉത്തരങ്ങൾ അറിയേണ്ടവരും ചോദ്യം ചോദിക്കുന്ന അധ്യാപകനും എന്നായി മാറിപ്പോയി. അതാണ് വന്ന് ഫണ്ടമെന്റൽ ചേഞ്ച്. രണ്ടാമത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന സാധനം ഒരു വലിയ ദിവ്യ ഹോളി ബുക്കായി മാറി. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് മാറാൻ പാടില്ല, അതുമാത്രം ഉപയോഗിച്ച് പഠിക്കുന്നതാണ് വിദ്യാഭ്യാസം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയ ഔട്ട് ഓഫ് സിലബസ് ആയി, കുഴപ്പങ്ങളായി. എങ്ങനെ ഒരു പരീക്ഷ ജയിക്കാന്നുള്ളതിലേക്ക് ഇത് ചുരുങ്ങി വന്നു. അതിൽ നിന്ന് മാറി പിന്നെ ചോദ്യം ചോദിക്കുന്നവൻ അധിക പ്രസംഗിയായി, റബലാണ്, ചോദിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു സോഷ്യൽ മൈൻഡ് സെറ്റ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ട്. അതിനൊരു വലിയ മാറ്റം ഇപ്പൊ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ വന്നു. ഇപ്പൊ ഞാനും സോമനാഥ് സാറും കൂടെ ഇതൊരു സ്റ്റേജിന്റെ മുകളിൽ ഇരുന്നിട്ട് 500 പേര് ഇരിക്കുന്ന ഒരു വേദിയായിരുന്നെങ്കിൽ എനി ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ച് മിക്കവാറും അവതാരകന്റെ വായിലെ വെള്ളം പറ്റും. കാരണം എഴുന്നേറ്റ് നിന്ന് മൈക്ക് പിടിച്ചൊരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബന്ധപ്പാടുള്ള ഒരു കാര്യമാണ് ഒരു സാധാരണയായിട്ടുള്ളൊരു മലയാളിയായ ഒരു സ്റ്റുഡന്റിന്. പക്ഷെ ഇപ്പൊ ഓൺലൈനില് ഇഷ്ടം പോലെ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നോവേഷൻ, അതായത് നമ്മൾ ഇപ്പോഴും ഈ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വി ആർ ട്രൈയിങ് ടു റീക്രിയേറ്റ് പണ്ട് നടന്നിരുന്ന ഒരു ഇവന്റ് ഓൺ ടു ആൻ ഓൺലൈൻ ഫോർമാറ്റ്. പക്ഷെ ഓൺലൈൻ അതിനേക്കാൾ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പൊ ഈ വരുന്ന ചോദ്യങ്ങൾ, ഇന്നിപ്പോ നമുക്ക് 10,000 പേര് അറ്റൻഡ് ചെയ്യുന്നു, അതിൽ 5,000 ചോദ്യങ്ങൾ വന്നെന്നിരിക്കട്ടെ. ഈ MBTയുടെ ടീമിന് നല്ലൊരു റിസർച്ച് ടീമുണ്ട്. അവര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ചുരുക്കി ഇതിൽ നിന്ന് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു 100 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സോമനാഥ് സാറിനെ പോലെ ഒരാൾക്ക് ഇപ്പൊ നമുക്ക് ആക്സസ് ഉള്ളത് കൊണ്ട് ആഴ്ചയിൽ സാറിന് ഒരു 10-15 ചോദ്യങ്ങൾ നല്ല വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് കൗതുകകരമായ ചോദ്യങ്ങൾ അയച്ചു കൊടുത്താൽ സാറിനെ പോലെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഉത്തരങ്ങൾ കിട്ടാനുള്ള ഒരു നടപടി നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ അത് തന്നെ ഒരു ഇന്നോവേഷൻ ആയിരിക്കും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിന്ന്. അപ്പൊ ഉത്തരങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട്. അപ്പൊ നമ്മളിപ്പോ അതിനാണ് നോക്കേണ്ടത്. ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഇത് വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വീട്ടിലാണ് മിക്കവാറും എല്ലാവരും ഇപ്പൊ കമ്പ്യൂട്ടറിൽ ഇരിക്കും, അല്ലെങ്കിൽ TV നോക്കിയിരിക്കും. പിള്ളേർ എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ അത് ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാം കൂടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പുറത്തോട്ട് വെക്കണ്ട. വീട്ടിലും ഇതിനുള്ള പ്രശ്നമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാറണം. ഈ ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞവരെല്ലാവരും വൈ നോട്ട് എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ എത്തിയത്. മാർസ് മിഷൻ ഇത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമോ, വൈ നോട്ട് എന്ന് ചോദിച്ചതും TN ശേഷൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണ് 2 മീറ്റർ 1 മീറ്റർ പോരെ, ആ ചോദ്യം വരുന്നിടത്താണ്. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാൻ എൻകറേജ് ചെയ്യുക. അതും മെമ്മറി ബേസ്ഡ് അല്ല, ക്രിയേറ്റീവ് തിങ്കിങ് എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് വലിയ മാറ്റം വരും. അത് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഡോക്ടർ അരുൺ, ഇതിനോട് റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം വന്നേക്കുന്നത് മുഹമ്മ ABV HSSലെ ACP ആയിട്ടുള്ള അശ്വതി PR ചോദിച്ചേക്കുന്നത് ഒരു നമ്മുടെ പലപ്പോഴും ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ തന്നെ ഇല്ലാണ്ടായി പോകുന്നതിന്റെ ഒരു റീസൺ ആയിട്ട് അശ്വതി പറയുന്നത് മെന്റോസ് ഇല്ലാണ്ട് പോകുന്നു, മെന്ററിങ്ങിന്റെ ഒരു അഭാവം
നമ്മളെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഒരു മെന്ററിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? മെന്ററിങ് ഹ്യൂജ്ലി സിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തുടങ്ങിയാൽ ഉടനെ അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യും. എന്നിട്ട് അതിൽ കുറെ സ്പെഷ്യലിസ്റ്റുകൾ വരും. ഇവർക്കാർക്കും ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നില്ല. അവരെല്ലാം അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എടുക്കും, ഒരു സർട്ടിഫൈഡ് മെന്റർ എന്ന് പറയും, പിന്നെ അവർ അതിൽ കയറിയൊക്കെ പ്രയോഗിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്നവര് ഒരിക്കലും തോൽക്കില്ല. അതായത് അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ഉത്തരം പറയും, അല്ലെങ്കിൽ അവർക്ക് ഉത്തരം അറിയാം, സ്ട്രക്ചർ അറിയാം. ഇപ്പൊ ഇന്ന് സോമനാഥ് സാറിന്റെ ഈ ടോക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആവാൻ കാര്യം, സാറ് സംഭവിച്ച മിസ്റ്റേക്കുകളെയും സക്സസുകളെയും ഒരേ രീതിയിൽ തന്നെ നമ്മുടെ മുമ്പിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മെന്റർ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന വഴി നമുക്ക് മുമ്പേ നടന്നിട്ടുള്ള ഒരാളായിരിക്കണം. അപ്പൊ അവർക്ക് എന്നിട്ട് അതിനെപ്പറ്റി ഓർമ്മകളും ഉണ്ടായിരിക്കണം, അത് ഷെയർ ചെയ്യാനുള്ള ഒരു വിനയവും, പറ്റുമെങ്കിൽ കുറച്ച് സെൻസ് ഓഫ് ഹ്യൂമറും ഉണ്ടായിരിക്കണം. ഇത് 3 ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഒരു നല്ല മെന്റർ ആവുള്ളൂ. കാരണം 12 വയസ്സുള്ള ഒരു കുട്ടി വന്ന് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ 40 വയസ്സിലെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അതിലൊരു ഉത്തരം ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഒരിക്കലും മെന്ററിങ് അല്ല. അവരുടെ കണ്ണിലൂടെ ലോകം കണ്ട്, അതാണ് ഈ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, സന്തോഷവാന്മാരെ ഇരിക്കുന്നു എന്നൊക്കെ ഇന്നോവേഷൻ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാര്യം. അവരുടെ മൈൻഡ് സെറ്റിലൂടെ ചിന്തിച്ച് ആ ഒരു രീതിക്ക് ഡീൽ ചെയ്ത് പോവാ. മെന്റർ ഒരിക്കലും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കറേജ് ചെയ്യില്ല, നല്ല രീതിക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുള്ളൂ. പക്ഷെ ഉത്തരം പറഞ്ഞു തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചോദിച്ച് കണ്ടെത്താനുള്ള വഴി, അങ്ങോട്ട് പോകേണ്ട വഴി ഇത് കാണിച്ചു തരുന്ന ഒരാളാണ് വളരെ നല്ല മെന്റർ. മെന്ററിങ്ങിന് ഇപ്പോ അസുലഭമായ അവസരമാണ് ഓൺലൈൻ വഴി കിട്ടിയിരിക്കുന്നത്. എനിക്ക് സാറ് നേരത്തെ പറഞ്ഞ പോലെ 40 വയസ്സാവുന്നതിന് മുമ്പ് നമ്മൾ കുറെ ഗട്ട്സ് ഉള്ള കാര്യങ്ങൾ കാണിക്കുമല്ലോ. അപ്പോ ഞാൻ ഈ വലിയ അമേരിക്കൻ ഓതേഴ്സിന്റെ ഒക്കെ ബുക്ക് എടുത്ത് വായിച്ചിട്ട് അതിലൊക്കെ അന്ന് ഇമെയിൽ അഡ്രസ്സ് പുതിയ സംഭവമാണ്. അപ്പൊ അവരെല്ലാം ഇമെയിൽ ID കൊടുത്തേക്കും. നമുക്ക് ആകെ ഒരു കൺസോൾ ഉണ്ടായിരുന്നു IIT-ൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അതിൽ പോയി ഇദ്ദേഹത്തിന് അങ്ങ് മെയിൽ അയക്കുകയാണ്, ഡിയർ സാർ ഞാൻ ഇങ്ങനെ ബുക്ക് വായിച്ചു, ഇതാണ്. ഇത് നാട്ടിൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല വളരെ ഫേമസ് ആയ ഒരു വ്യക്തിക്ക്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് മറുപടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു വളരെ സിഗ്നിഫിക്കന്റ് മെന്ററിംഗ് ആണ്. ഞാനത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ വായിക്കുന്ന ബുക്കുകളുടെ ഓതേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് മെയിൽ അയച്ച് ചോദിക്കാറുണ്ട്. വായിക്കുന്ന പേപ്പേഴ്സിന് അവര് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ജെനുവിൻ ആണ്, നമ്മൾ അവരിൽ അല്ലെങ്കിൽ അവർ ചെയ്ത വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്തു വായിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കിയാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആണ് ഉത്തരം ലഭിച്ചിരിക്കും. അങ്ങനെ ഇന്റർനാഷണലി നമുക്ക് ആക്സസ് ഉണ്ട്, അത് പ്രയോജനപ്പെടുത്തണം. ഡോക്ടർ അരുൺ, അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഡോക്ടർ ഷൈനി കുര്യാക്കോസ് ആണ്. ഡോക്ടർ ഓൺലൈൻ ഉണ്ടോ? സാർ എനിക്ക് ചോദിക്കാനുള്ളത് സോമനാഥ് സാറിനോടാണ്. കേൾക്കാമല്ലോ അല്ലേ സാറേ? കേൾക്കാം ഡോക്ടർ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ഭാരതത്തിന്റെ തന്നെ പല സ്ഥലത്തുനിന്നും പുതിയ ആശയങ്ങളും പുതിയ ഐഡിയാസും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നോവേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേനും ശരിയായ രീതിയിലുള്ള ഗവേഷണം നടക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എന്താ സാറിന്റെ അഭിപ്രായം? ഇത്തരം ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. ഗവേഷണവും ഇന്നോവേഷനെയും രണ്ടായിട്ട് കാണുന്നത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മൾ പ്യുവർ സയൻസ് എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റു തത്വചിന്തയിലെ ചില ശാഖകളും. അത് ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയല്ല. ഇപ്പോൾ ചിലപ്പോൾ പ്യുവർ സയൻസുകാർ നിങ്ങൾ എന്തുകൊണ്ട് ആറ്റത്തിന്റെ ഘടന ഇങ്ങനെയാണ്, എന്തുകൊണ്ട് സ്പേസ് ഇത്ര വലുതാണ്, എന്തുകൊണ്ട് ബ്ലാക്ക് ഹോൾ അവിടെ കിടക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നാളെ മനുഷ്യന്റെ ജീവിതം ബെറ്റർ ആകുമെന്നൊന്നും ആർക്കും ചിന്തയൊന്നുമില്ല. പക്ഷെ അതും മനുഷ്യൻ ചെയ്യണം. കാരണം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒന്നാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത്. അത് എന്നും മനുഷ്യൻ തുറന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് അതിനൊപ്പം തന്നെ ചെയ്യേണ്ട ഒന്നാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിത പരിസ്ഥിതികൾ ബെറ്റർ ആകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചുള്ള റിസർച്ചും പ്രധാനപ്പെട്ടത് ഒന്നാണ്. അതിന്റെ ഉദാഹരണമാണ് മെഡിസിൻ. നമ്മൾ ജീനുകളെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം ബെറ്റർ ആവുകയാണ്. കാരണം അതിലൂടെ നമ്മൾ മനസ്സിലാക്കും ജീൻ ബന്ധപ്പെട്ട അസുഖങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ നമ്മുടെ തലമുറകളിലൂടെ അസുഖങ്ങളെ ക്യൂർ ചെയ്യാം, എങ്ങനെ ചില അസുഖങ്ങൾ ഇല്ലാതാക്കാം. അതുപോലെയുള്ള നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് റിസർച്ച് അത്തരം മേഖലകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ റിസർച്ച് പലപ്പോഴും പ്യുവർ ആവാം, അപ്ലൈഡ് ആവാം. ഈ അപ്ലൈഡ് റിസർച്ചിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഞങ്ങളെ പോലുള്ളവർ റോക്കറ്റ് സയൻസിൽ വർക്ക് ചെയ്യുന്നതെല്ലാം അപ്ലൈഡ് റിസർച്ചിലാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ
ഓരോ പ്രാവശ്യം ആലോചിക്കുന്നത് ഇത് ചെയ്തത് കൊണ്ട് എന്താണ് പ്രയോജനം. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും പ്യുവർ സയന്റിസ്റ്റ് അല്ല എന്നുള്ള ഒരു വിമർശനം നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊട്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ എന്തും ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് നമ്മുടെ സയൻസ് പഠിക്കാനുള്ള ത്വര കുറയുന്നു എന്നും എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ലക്ഷ്യപ്രാപ്തിക്കാണല്ലോ എന്നും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ വേറൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ കണക്ക്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സ് പഠിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ എനിക്ക് കച്ചവട സമയത്ത് ലാഭം ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഒരു തമാശയായി മാറും. കണക്ക് കൂട്ടുമ്പോൾ തെറ്റിപ്പോകാത്ത കച്ചവടം നടത്തുമ്പോൾ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ. എന്നാൽ അങ്ങനെയല്ല നമ്മൾ കണക്കിനെ കാണുന്നത്. കണക്ക് എന്നൊരു ഫണ്ടമെന്റൽ സയൻസ് ആണ്. ആ ഒരു പ്രോസസ് ഒരു ലോജിക്കാണ്. ഈ ലോജിക്കിലൂടെയാണ് നമ്മുടെ ഈ കാണുന്ന സയൻസുകൾ മുഴുവനും വികസിച്ചത്. പല പല അഡ്വാൻസ് ഏരിയകളും കണക്കിലറിയാം. ഡിഫറൻസിയേഷൻ, കാൽക്കുലസ് എന്ന് പറയുന്ന ശാഖ പോലും. അത്തരം ശാഖകള് എന്തെങ്കിലും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി കണ്ടുപിടിച്ചതല്ല. പക്ഷെ അത് കണ്ടുപിടിച്ചതിന് ശേഷം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റി. നമ്മളിപ്പോ ഇന്ന് സംസാരിക്കുന്ന പലതും കണക്കിന്റെ കണ്ടുപിടുത്തത്തിലൂടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം പോലും നടക്കുന്നത്. പലപ്പോഴും നിങ്ങൾ അതിലേക്ക് ഫണ്ടമെന്റലി പോയാൽ നമ്മൾ എക്സ്പാൻഷൻ ഓഫ് സീരീസുകൾ, വേവ് ഫോംസിനെ കുറിച്ച് പഠിക്കുന്ന സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ എന്നൊക്കെ പറയുന്ന തിയറിയിലൂടെയാണ് ഇന്ന് ഈ സംസാരിക്കുന്ന പലതും നിങ്ങൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. അപ്പോ പലപ്പോഴും പ്യുവറിന്റെ അപ്ലൈഡ് കുറെ വർഷങ്ങൾക്ക് ശേഷമേ കണ്ടെത്തുമെന്നുള്ളൂ. അതുകൊണ്ട് അതൊരു മോശമല്ല. അപ്ലൈഡ് ഇപ്പൊ തന്നെ ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാർ. അടുത്ത ചോദ്യം SPCയിലെ പ്രസാദ് ഓൺലൈൻ ഉണ്ടോ? പ്രസാദ് ചോദിക്കൂ. പ്രസാദ് കണക്റ്റഡ് ആണോ? സാർ കേൾക്കാവോ? കേൾക്കാം. ചോദിച്ചോളൂ പ്രസാദ്. എനിക്ക് അരുൺ സാറിനോടാണ് ചോദിക്കാനുള്ളത്. സാങ്കേതിക വിദ്യയിൽ ഇന്നോവേഷൻ കൊണ്ട് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ച കാലഘട്ടമാണ് നമ്മുടെ ഈ നൂറ്റാണ്ട്. എന്നാൽ ഈ സാങ്കേതിക വിദ്യ തന്നെ ഒരു പരിധി വരെ കുന്നുകൂടുന്ന ചവറുകൾക്കും പരിസ്ഥിതി നാശത്തിനും കാലാവസ്ഥയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനും കാരണമാകുന്നുണ്ട്. ഇങ്ങനെ സാങ്കേതിക വിദ്യയിലുണ്ടായ വികാസനം പുതിയതിനു വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിൽ, ഒരുതരം യൂസ് ആൻഡ് ത്രോ സംസ്കാരം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിന് എന്താണ് ഒരു പരിഹാരം? വളരെ ഇൻട്രസ്റ്റിംഗും വളരെ റെലവെന്റ് ആയ ഒരു ചോദ്യമാണത്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഡെഫിനിഷന്റെ അകത്ത് കമേഴ്ഷ്യലൈസേഷൻ എന്നുള്ളൊരു വാക്ക് ഞാൻ പ്രയോഗിച്ചു. അപ്പൊ തന്നെ ഞാൻ പറയുകയും ചെയ്തു, കമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്യുവർലി അമേരിക്കൻ ക്യാപിറ്റലിസ്റ്റ് മോഡലിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഒരു സാധനത്തിന്റെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പം സോമനാഥ് സാറും പറഞ്ഞതുപോലെ കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ അകത്ത് പ്രകൃതിയിൽ ഒരു കോസ്റ്റ് ഉണ്ട്, അതെപ്പോഴും കാണണം. ജനങ്ങളുടെ ഇടയിൽ ഒരു കോസ്റ്റ് ഉണ്ട്, അതും കാണണം. അപ്പൊ ഞാനിങ്ങനെ പുതിയൊരു കണ്ടുപിടുത്തം നടത്തി അതുപയോഗിച്ച് എനിക്ക് കോടീശ്വരനായ ഒരു ഇന്നോവേറ്ററായി മാറാം എന്ന് പറയുന്നിടത്ത് ജനങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ, പ്രകൃതിയെ എന്തുമാത്രം ഞാൻ ചൂഷണം ചെയ്യേണ്ടി വരുന്നു എന്ന് വളരെ സൂക്ഷ്മമായിട്ട് ആലോചിച്ച് അതും കൂടെ എപ്പോഴും ഈ ചിന്തയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തണം. നമ്മളിപ്പോ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് വളരെ ലോക്കലായി ചിന്തിക്കണം എന്നുള്ളൊരു ആവശ്യം വന്നത്. കാരണം എല്ലായിടത്തുനിന്നും എപ്പോഴും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒന്നും നടക്കില്ല. ലോക്കൽ ആണെങ്കിൽ അപ്പോൾ എൻ്റെ ഇമ്പാക്ട് എത്രയായിരിക്കും? ഇതുകൊണ്ടാണ് ഫൈനൽ യൂസറിനോടൊപ്പം തന്നെ പ്രകൃതിയും ഈ പ്രോഡക്റ്റ് കൊണ്ട് എങ്ങനെ മാറുന്നു എന്ന് എപ്പോഴും ചിന്തിക്കേണ്ടി വരും. അതില് ഒന്ന് രണ്ട് ആസ്പെക്ട്സ് പറയാനുള്ളത്, സൈക്കോളജിക്കലി മനുഷ്യൻ സ്വന്തം ഇമോഷൻ, ഫ്യൂച്ചറിലെ സ്വന്തം ഇമോഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ വളരെ മോശമാണ്. അതായത് നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലും അത്ര സന്തോഷം ഉണ്ടാവാനും പോകുന്നില്ല. നമ്മൾ തകർന്നടിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെ തകർന്നടിഞ്ഞു പോകാനും പോകുന്നില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിലൂടെ നമ്മൾ എപ്പോഴും സഞ്ചരിച്ച് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഒരു പ്രശ്നം. അതായത് നമ്മൾ ചിലത് ചെയ്യുന്ന സമയത്ത് അങ്ങ് വലിയ പ്രതീക്ഷകളിലോട് കൂടി പോകുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. എനിക്ക് തോന്നുന്നു മഹാഭാരതത്തിൽ തന്നെയാണ് ഫേമസ് വരിയുള്ളത്, എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് പ്രകൃതിയിലുണ്ട്, എല്ലാവരുടെയും അത്യാഗ്രഹത്തിനുള്ളത് പ്രകൃതിയിലില്ല. അപ്പൊ നമ്മുടെ ഈ ഇന്നോവേഷൻ എന്ന് പറയുന്ന സാധനം അത്യാഗ്രഹത്തിലോട്ടാണോ പോകുന്നത്, അതോ ആൾക്കാരുടെ മിതമായ ആവശ്യമായ ആഗ്രഹങ്ങൾക്കാണോ സംഭവിക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം കുറച്ചുകൂടി എൻവയോൺമെന്റിനെ പറ്റി അവെയറാണ്, അവരത് സംസാരിക്കുന്നുണ്ട്.
പ്ലാസ്റ്റിക് ബോട്ടിലുകളെ പറ്റി ആയിരുന്നാലും നമ്മുടെ പൊല്യൂഷനെ പറ്റി ആയിരുന്നാലും വളരെ കൺസേൺഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവരിൽ നിന്ന് വരുന്ന ഇന്നോവേറ്റേഴ്സിൽ നമുക്ക് ഒരുപാട് അത് പ്രതീക്ഷിക്കാം. ദാറ്റ് വിൽ ബി പാർട്ട് ഓഫ് ദ മാട്രിക്സ് ബൈ വിച്ച് ദേ ഇവാലുവേറ്റ് ദംസെൽഫ്. അത് വളരെ നല്ലൊരു വ്യത്യസ്തമായ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് താങ്ക് യു ഡോക്ടർ അരുൺ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വന്നത് ഇത് തന്നെയാണ്. ദേവപ്രിയ ചോദിച്ചത്, നമ്മുടെ പോപ്പുലേഷൻ ഇങ്ങനെ എക്സ്പ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ലോകത്തിന് എന്താ സംഭവിക്കുക? പക്ഷെ അതിലും രസകരമായിട്ട് അതിനോട് ലിങ്ക് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം അമൽ ശങ്കർ ചോദിച്ചേക്കുന്നത്, ഇപ്പം നമ്മുടെ ഫിക്ഷനില് ഫ്യൂച്ചറിസ്റ്റിക് സയൻസ് ബേസ്ഡ് ഫിക്ഷൻ സംഭവിക്കുന്ന പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇതിനുള്ള ആൻസർ ഉണ്ടോ എന്നൊരു ചോദ്യം അമൽ ശങ്കർ ചോദിക്കുന്ന. അയൺമാൻ മൂവിയിലെ പോലെ വെർച്വൽ ലാബ്സ് നമുക്ക് ഉണ്ടോ, ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടെ നമുക്ക് ലിങ്ക് ചെയ്തിട്ട് ഡോക്ടർ അരുൺ ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലി അയൺമാൻ സ്റ്റൈൽ ലാബുകൾ ഉണ്ടെങ്കിലും ഇപ്പൊ സോംനാഥ് സാർ അതിനെപ്പറ്റി പബ്ലിക്കായി പറയില്ല. അങ്ങനെ ലാബ് ഉണ്ടെങ്കിൽ പോലും അത് ഇന്ത്യയുടെ ഒരു സീക്രട്ട് ആയിട്ട് തന്നെ എങ്ങനെ നിലനിൽക്കും. അതിന് മുമ്പ് ചോദിച്ച കാര്യം ഒന്നുകൂടെ അത് പറയാമോ? ക്ലാരിറ്റി ആയിട്ട് ഞാൻ അത് എടുക്കാം. ദേവപ്രിയ ചോദിച്ചെന്ന് പറഞ്ഞത് പോപ്പുലേഷന്റെ അല്ലേ? പോപ്പുലേഷൻ, അതെ. ഈ ഒരു ഭയം കാലാകാലങ്ങളിൽ മനുഷ്യനുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മള് ഹിസ്റ്ററി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാതെ പോകുന്നത് കൊണ്ടാണ്. എല്ലാ കാലത്തും സമ്പത്തും നല്ലൊരു ജീവിതവും ഉള്ള ഒരു സൊസൈറ്റിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഭയമാണ് ഇതിനിപ്പോ നമ്മളങ്ങ് ആകെപ്പാടെ പെറ്റുപെരുകി ഇതെങ്ങനെ ഇത് അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷേ കാലാകാലങ്ങളിൽ സിക്ലിക്കലായിട്ട് പോപ്പുലേഷൻ മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതായത് ബിയോണ്ട് എ സർട്ടൻ ലെവൽ ഓഫ് ഇക്കണോമിക് കംഫർട്ട്, റാപ്പിഡ് എക്സ്പാൻഷൻ ഇൻ ദാറ്റ് സ്പെക്ട്രം ഓഫ് ദ പോപ്പുലേഷൻ ആക്ച്വലി റെഡ്യൂസസ്. മനുഷ്യൻ അതെപ്പോഴും ആ ഒരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, മനുഷ്യൻ മാത്രമല്ല ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എപ്പോഴും പ്രകൃതി എല്ലാ സ്പീഷീസിനെയും കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ സ്പീഷീസ് ഇപ്പൊ പലപ്പോഴായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇന്ത്യക്കാരാണ് പാകിസ്ഥാൻകാരാണ് എന്നൊക്കെയുള്ള രീതിയിൽ മാൻമെയ്ഡ് ഡിവിഷൻസ് ഇതിനകത്ത് ഒരുപാടുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാർ തമ്മിൽ പ്രകൃതിക്ക് ഒരു വ്യത്യാസമില്ല. ആ നീഷിൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഫിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രകൃതിക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ സംഭവിക്കും. അപ്പൊ ഇത് കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഗ്ലോബൽ പിക്ചർ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്ന ഒരു ഫോളോ ഔട്ട്. ശരിയാണ്, എല്ലാവർക്കും there is not enough to feed everybody. നമ്മൾ പണ്ട് ഗ്രീൻ റെവല്യൂഷൻ വരുന്നതിന് മുമ്പ് ശരിക്കും പേടിച്ചിരുന്നു എല്ലാവരും പട്ടിണിയായി പോകുന്നു. അവിടെ മനുഷ്യന്റെ ഇന്നോവേഷൻ എപ്പോഴും ട്രയംഫ് ചെയ്യും. വിൽ കം അപ്പ് വിത്ത് സംതിങ് ടു സോൾവ് ദ പ്രോബ്ലം. നേച്ചർ വിൽ ഹെൽപ്പ് us ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. നമ്മുടെ ഇപ്പോഴത്തെ ആന്ത്രോപോളജിക്കൽ ഹ്യൂമൻ എവല്യൂഷൻ റിസർച്ച് അനുസരിച്ച് വളരെ ഒരു ചെറിയ ബോട്ടിൽ നെക്കിൽ കൂടെ കടന്നുപോയ ഒരു സ്പീഷീസ് ആണ് നമ്മൾ. ഒരു സമയത്ത് ഹോമോസാപ്പിയൻസ് ഐസ് ഏജ് പാർട്ട് 2 കഴിഞ്ഞ സമയത്ത് ലെസ് ദാൻ 1000 വരെ എത്തിയെന്ന് പോലും ചില തിയറികൾ പറയുന്നു. അതിൽ നിന്നാണ് ഇപ്പൊ വീണ്ടും 7 ബില്യണിലേക്ക് മാറി തിരിഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നോവേഷനും പ്രകൃതിയുടെ ചില നിയമങ്ങളും എപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകും, ബാലൻസ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഡോക്ടർ അരുൺ. നമ്മുടെ ഈ ചർച്ചയുടെ ഒരു ഇഫക്റ്റ് എന്നോണം എനിക്ക് സോമനാഥ് സാറിന്റെ പ്രസന്റേഷന്റെ ഒരു ഇഫക്റ്റ് ആണെന്നോണം ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്പേസ് സയൻസ് ആസ് എ കരിയറിന് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രോബ്ലി സാറിന് വേറൊരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഫോർവേഡ് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുട്ടികൾ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻസിനും ഇപ്പൊ ഇവിടെ ആൻസർ എടുക്കാൻ പറ്റില്ല, നമ്മൾ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം. അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ചോദ്യം എനിക്ക് ചാറ്റ് വിൻഡോയിൽ കാണാൻ പറ്റിയത് ISROയിൽ എങ്ങനെ ജോലി ലഭിക്കും സാറെന്ന് സോമനാഥ് സാറിനെ അഡ്രസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ചോദ്യം നിർത്തലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്നോവേഷനെ പറ്റി സംസാരിക്കുന്നുള്ള പ്രധാന ഉദ്ദേശം. നിങ്ങൾ ഈ ISRO തുടങ്ങണം. ഇപ്പൊ എന്നെ അനുവദിക്കാമെങ്കിൽ ഞാൻ ഒരു സ്ലൈഡ് കൂടെ കാണിക്കാം. അത് എന്നെ അനുവദിക്കണം. ചെയ്തോളൂ സാർ, ചെയ്തോളൂ സാർ. ഈ സ്ലൈഡ് ഞാൻ ഇന്ത്യയിലെ ഇപ്പോൾ നടക്കുന്ന സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയാണ്, നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. ഇത് സ്പേസ് സെക്ടറിൽ മാത്രമുള്ള സ്റ്റാർട്ടപ്പുകളാണ്. ഏകദേശം 160 സ്റ്റാർട്ടപ്പുകൾ ഇന്ന് സ്പേസ് സെക്ടറിൽ മാത്രമുണ്ട്. ഞാൻ ഈ ഒരുപാട് പേരുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്ന ഒരാളാണ്. ഈ സ്റ്റാർട്ടപ്പുകളിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ. ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു മെയിൽ അയച്ച ഒരാള് 12ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു ഒരു ലെറ്റർ എഴുതിയിരുന്നു. ഞാനൊരു റോക്കറ്റ് ഡിസൈൻ ചെയ്തു,
അതിനെ ഇത്ര ഒരു 500 കിലോമീറ്റർ ഉയരത്തിൽ വിടാൻ വേണ്ടിയാണ്. ഞാനത് കുറച്ച് ടെസ്റ്റ് ചെയ്തു, ഇത്ര ഉയരത്തിൽ പോയി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആണ്, ഞാൻ ഇനി എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോവുകയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പിന്നെ എന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, ഞാൻ മെയിൽ അയച്ചിട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അദ്ദേഹത്തോട്. അപ്പോൾ എത്രമാത്രം അവർ എക്സൈറ്റഡ് ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അതിലൂടെ. പക്ഷെ കുട്ടിക്ക് ഒന്നും അറിയില്ല, ഈ റോക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. ഈ കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ചത് അറിഞ്ഞുകൊണ്ട് റോക്കറ്റ് ഡിസൈൻ ചെയ്ത് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കക്ഷി. പക്ഷെ ഇത്തരം എക്സൈറ്റ്മെന്റ് ആണ് നമ്മുടെ മുതല്. അതിനെ നമ്മൾ തല്ലിക്കെടുത്താൻ പാടില്ല. നിനക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നീ റോക്കറ്റ് ഒന്നും ഡിസൈൻ ചെയ്യാൻ പോകണ്ട എന്നല്ല പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു കൊടുത്തു, റോക്കറ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങണം ആദ്യം. അപ്പൊ 1-2 പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തു, അത് വായിക്കൂ. അപ്പോൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പോൾ അതിന്റെ നീ ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല, ഇനിയും കുറച്ച് ആളുകളും കൂടെ വേണം മറ്റ് ഏരിയയിലുള്ള. ഇതൊരു കൊളാബറേഷന്റെ റിസൾട്ടാണ്. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ അതല്ല ഇപ്പൊ ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ഇന്ത്യയിൽ 3 സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട് സ്വന്തമായിട്ട് റോക്കറ്റുകൾ ഡിസൈൻ ചെയ്യാൻ കഴിവുള്ളവര്. അല്ലാതെ ചെറിയ കളിപ്പാട്ടം ഉണ്ടാക്കാനല്ല, വർക്ക് ചെയ്യാവുന്ന റോക്കറ്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മയുണ്ട്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ, ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ന് പുറത്തുനിന്ന് പല ഇൻഡസ്ട്രികളും കൊടുക്കുന്നുണ്ട് അവർക്കെല്ലാം. അവര് ഫണ്ട് റൈസ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അവർ IIT-യിലും മറ്റും എഞ്ചിനീയറിംഗ് കോളേജിലും മറ്റുമായിട്ട് അവര് ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് അവര് പുറത്ത് യൂറോപ്യൻ നേഷനുകളെല്ലാം അവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് വർക്ക് ചെയ്യുമെന്നൊക്കെ. അപ്പോ എനിക്ക് കാണിക്കാനുള്ളത്, ഇന്ന് നിങ്ങളാരും പഠിച്ച എഞ്ചിനീയർ ആയിട്ട് ISRO-യിലേക്ക് വരണ്ട, ഈ കാണുന്ന സ്റ്റാർട്ടപ്പുകളിലേക്ക് പോയിക്കൊള്ളൂ. അവിടെ എത്രയോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ISRO ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭംഗിയുള്ള മനോഹരമായ ജോലികൾ ചെയ്യാനും ഈ സ്പേസ് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഇന്ന് ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ 160 എന്നുള്ളത് 1600-ഓ 16,000-ഓ ആയി മാറാൻ വലിയ താമസമൊന്നുമില്ല. അത് ചിലപ്പോൾ നേരിട്ട് റോക്കറ്റ് നിർമ്മാണമായിരിക്കണമെന്നില്ല. റോക്കറ്റിന്റെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽ ടെക്നോളജികളുണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന്റെ ബിസിനസ് ഒരുപാട് സൈഡിലുണ്ട്. ഇതിലേക്കെല്ലാമാണ് നിങ്ങളുടെ കണ്ണ് പോകേണ്ടത്. അല്ലാതെ ISRO എന്ന് പറയുന്ന ഒരു സ്ഥാപനം വലുതായിട്ടൊന്നും എണ്ണമൊന്നും ആളുകളെ കൂടുതൽ ഈ രാജ്യത്തിന്റെ ചെറുപ്പക്കാരെ മുഴുവൻ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ സാധ്യമുള്ളൂ. എന്നാൽ സ്പേസിൽ ടെക്നോളജിയിൽ വർക്ക് ചെയ്യാൻ വളരെ അധികം ആളുകൾക്ക് പോസിബിലിറ്റി ഉണ്ടോ എന്ന് മാത്രം കാണിക്കാനാണ് ഞാൻ ഈ സ്ലൈഡ് കാണിച്ചത്. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് സാറ്. നമ്മുടെ ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് MBTയുടെ തന്നെ ഒരു സീനിയർ പ്രവർത്തകനെ ആനന്ദമണിയിലേക്ക് പോകാം. അദ്ദേഹത്തിന് ഇത് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ആനന്ദമണി ക്ഷണിക്കുന്നു. Good evening. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ I would just request our mentor Vijayan ji to say 1 or 2 words. It's an excellent session. Before I wind up, I just wish him to say a few words. No, I have nothing more to say. Innovation Sadhya Vijayante taste ചെയ്തതിന്റെ സുഖമുണ്ട്. So really great that you people have come over here. That's I think that ഒരുപാട് ആളുകളുടെ തലയിൽ ഒരു ലഡു പൊട്ടാനുള്ള സാധ്യതയുണ്ട്. So let us hope that you will be creating a legacy by this type of lectures. മാത്രമല്ല നമുക്ക് we have a lot of more than India 20 lakhs children we are mentoring through these projects. So some sort of an association, this type of things we can do. That's they are the youngsters, they are upcoming youngsters and bright minds. അപ്പോൾ അവരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇത്ര ഇൻഫ്ലുവൻസിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ പറ്റും എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ആലോചിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. So please carry on, Anandmani. Respected P. Vijayan IPS, eminent speakers, valuable participants in Zoom and FB, and my fellow MBT team members. After an excellent introduction by our P. Vijayan ji about the topic, we had a very impressive, eye-opening remarks by Somnath sir about innovation in a very fairly quick manner. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു വളരെ സന്തോഷത്തോടു കൂടെ ഇന്നലെ വരെ ഇന്നോവേഷനെ കുറിച്ച് തോന്നിയ പലതിനെക്കാട്ടിലും മാറ്റിമറിച്ചിട്ട് ഇന്നോവേഷൻ ഒരു പുതുമയാണ് എന്നുള്ളത് ആ ഒരു സെന്റൻസ്, ആ ഒരു വേർഡ് വളരെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട് സർ. ആൻഡ് ടു മെനി ഓഫ് ദം ഗാദർഡ് ഔട്ട് ഓവർ ഹിയർ ഒന്നും കൂടെ റീഇൻഫോഴ്സ് ചെയ്ത് സാർ പറഞ്ഞു, ഡ്രീം ബിഫോർ യുവർ 40 years of age and explore.
In fact, that is also another very valuable takeaway sentence. And മറ്റൊരു പ്രധാനപ്പെട്ട സെന്റൻസ് എനിക്ക് നോട്ട് ചെയ്തത് ജോലി ചെയ്യാതിരിക്കുക, ബട്ട് എൻജോയ് ആൻഡ് ഡു യുവർ വർക്ക്. അതിന്റെ ഒരു എംഫസൈസ് ചെയ്ത് സാർ പറഞ്ഞതും അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. Great insights from Dr. Arun too. Doctor, you gave amazing replies to all questions in a very simple and effective manner, and you intervened all the topics and questions in your own way, in your own unique way. A very wonderful presentation and words by both speakers, Somnath sir and Dr. Arun. We are all really powerfully influenced. We are all really powerfully influenced by the talk. Thanking both the speakers for that wonderful thought sharings on the topic from the great reserves of knowledge both of you are having. I am sure that today the whole participants, Saifuji Parnu, 10,000 mail FB-lum, idil Zoom 200 mail ഒക്കെ ഉണ്ട്. Everybody would be leaving this meeting with a smile on the face from this excellent session. So quite happy. And the next session is next Friday at the same time. And the topic is the symphony of life. And you will be having another excellent range of speakers, but we are keeping it in suspense now. So see you all next week. Take care and stay safe. Good night. Thank you.